بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. അവർ അവരുടെ വായ്കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാകുന്നു. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കുവാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أعوذ بالله من الشيطان الرجيم. قال رب اشرح لي صدري ويسر لي أمري. ബഹുമാന്യനും ആദരണീയനുമായ അധ്യക്ഷൻ, ഈ എടക്കടിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ദീനി പ്രബോധനത്തിന്റെ സംസാരത്തിന്റെ ഇന്നത്തെ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ബഹുമാന്യനായ അഷ്കർ സലഫി സംസാരിക്കാനിരിക്കുന്ന എന്താണ് ഇസ്ലാം എന്ന മനോഹരമായ വിഷയത്തെ അവതരിപ്പിക്കാനിരിക്കുന്ന എന്റെ സഹപ്രവർത്തകൻ ജംഷീർ ഹൈദ്രോസ്, വേദിയിലിരിക്കുന്ന കാരണവന്മാരെ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന പിതൃതുല്യരായ പ്രായമുള്ളവരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ,
ദൂരെ നിന്നും അടുത്തു നിന്നും ഈ ശബ്ദത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഈ നാട്ടിലെ മാന്യരായ ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു കബൂൽ ചെയ്യുന്ന, സ്വീകരിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗമമാക്കി നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖ സംസാരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട ഒരു സംഘമായി മുന്നോട്ട് പോകാൻ, ആദർശ നിബിഡമായ ജീവിതം നയിക്കാൻ, മനോഹരമായ അല്ലാഹുവിന്റെ ദീന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് മനുഷ്യർക്ക് മുമ്പാകെ ജീവിച്ച് മാതൃക കാണിച്ചു കൊടുക്കാൻ മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഓർക്കാൻ, അർപ്പണ ബോധത്തോടുകൂടി മുന്നോട്ടു നീങ്ങാൻ സാധിക്കുന്ന ഒരു സംഘമായി ഈ കൊച്ചു സംഘത്തെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. അടിമക്ക് അല്ലാഹു പോരെ എന്ന വളരെ ലളിതമായ, സുതാര്യമായ, സുവ്യക്തമായ ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഞാൻ. ഈ മറുപടി ഈ വൈകിയ വേളയിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് വിഷയത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ച് നാനാഭാഗത്തെയും സ്പർശിച്ചുകൊണ്ടുള്ള സംസാരത്തെ ഒരിക്കലും സാധ്യമല്ല എന്ന് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം. എങ്കിലും വളരെ പ്രധാനമായി തോന്നുന്ന ചില കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കേണ്ടതുമുണ്ട്. എനിക്ക് ആമുഖത്തിൽ ഈ നാട്ടിലെ ആളുകളോട് പറയാനുള്ളത്, ഇത് ഗുണകാംക്ഷയോടുകൂടിയുള്ള ഒരു സംസാരമാണ്. നസീഹത്ത് എന്ന പദത്തിന്റെ അർത്ഥതലത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സംസാരമാണ്. ഒരു വ്യക്തിയെ ഒരിക്കലും ഇവിടെ തേജോവധം ചെയ്യപ്പെടില്ല. ഒരു സംഘടനയെയും ഇവിടെ സുഹൃത്തുക്കളെ വേണ്ടാത്ത രൂപത്തിൽ പരാമർശിക്കപ്പെടുകയില്ല. ഏതെങ്കിലും വ്യക്തിയെയോ സംഘത്തെയോ പരാമർശിക്കുന്നുവെങ്കിൽ അത് ഗുണകാംക്ഷയോടുകൂടി ഇത് തെറ്റാണ് എന്ന് പറയാനല്ലാതെ ഒരാളുടെ പേരും ഇവിടെ ഈ സ്റ്റേജിൽ എന്റെ സംസാരത്തിൽ പരാമർശിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഉറപ്പു തരികയാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കുന്ന മാന്യരായ ശ്രോതാക്കളോട് ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് കയറിയിരിക്കാം. ഇവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് നിങ്ങൾ സാഗൂതം എന്റെ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ സംസാരിക്കുമ്പോ, തുടർന്ന് സംസാരിക്കാനിരിക്കുന്ന സംസാരം കേൾക്കുമ്പോ നിങ്ങൾക്ക് വ്യക്തമാകും ഇവർ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ഏതെങ്കിലും പടക്കോപ്പുകളോ സൗകര്യങ്ങളോ ആധുനിക ജീവിതത്തിലെ ഏതെങ്കിലും നൈമിഷികമായ സുഖസൗകര്യങ്ങളോ അല്ല. വരാനിരിക്കുന്ന അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ ഒരു പാരത്രിക ലോകത്ത് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിൽ എനിക്ക് ഇടം കിട്ടണം എന്ന മോഹമല്ലാതെ, അഭിലാഷമല്ലാതെ, ആഗ്രഹമല്ലാതെ ഞാൻ എന്റെ ഹൃദയത്തിൽ ഒന്നും കൊതിക്കുന്നില്ല. സംഘാടകർ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് കൂട്ടരെ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച്, അതും ഈ ലോകത്തിന്റെ നാഥനായ സ്രഷ്ടാവായ അല്ലാഹു മനുഷ്യരെ നിങ്ങൾക്ക് അവൻ പോരെ എന്ന് പ്രത്യേകിച്ചൊരു ചോദ്യമിട്ട് അതൊരു ഹെഡിങ് ആക്കി മാറ്റി, അതൊരു ടോപ്പിക്കാക്കി മാറ്റി നിങ്ങളുടെ മുമ്പാകെ ആ വിഷയത്തിലേക്കുള്ള സൂചനകൾ നൽകുന്നത് എന്തിന്?
ഇവിടെ വിഷയത്തെ അതീവ ഗംഭീരമായി അവതരിപ്പിച്ചാൽ എനിക്ക് ഇവിടുത്തെ ഭൗതിക ലോകത്തൊരു പ്രത്യേക പ്രോഫിറ്റ് ഒന്നും കിട്ടാനില്ല. ഞാൻ പതുക്കെ വിഷയത്തിന്റെ നാനാതുറകളെ സ്പർശിക്കുന്ന വിധത്തിൽ വളരെ പതുക്കെ സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. എന്റെ കുടുംബത്തിനൊരു പ്രത്യേക ലാഭം ഇതിലൂടെ കിട്ടാനില്ല. പിന്നെ എന്തിനാണ് മനുഷ്യരായ നമ്മളോട് നിങ്ങൾക്ക്, എനിക്ക്, നമുക്ക് അല്ലാഹു പോരെ എന്ന് ചോദിക്കാനുള്ള കാരണം? ചില മനുഷ്യരുടെ ചെയ്തികൾ കണ്ടാൽ, ചില മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ കണ്ടാൽ, ചില ആളുകളുടെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വാക്കുകളും പ്രവൃത്തികളും അവരുടെ വിളികളും തേട്ടങ്ങളും പ്രാർത്ഥനകളും എല്ലാം കേട്ടാൽ കണ്ടാൽ മനുഷ്യലോകത്തിന് അല്ലാഹു പോരാ എന്ന് തോന്നിപ്പോകുമാർ മനുഷ്യർ റൂട്ടിൽ നിന്ന് പടച്ച് സഞ്ചരിക്കുകയാണ്. എല്ലാം ഒരുക്കി തന്ന റബ്ബ്, ഈ ഭൂതലം എനിക്കും നിങ്ങൾക്കും വേണ്ടി സംവിധാനിച്ച നാഥൻ, കറങ്ങുന്ന അച്ചുതണ്ടിൽ കറങ്ങുന്ന അതിവേഗത്തിൽ കറങ്ങുന്ന ഭൂതലം ഉരുണ്ടതായിട്ടും നിങ്ങളുടെ വാഹനം ഓടിക്കാൻ, നിങ്ങൾക്ക് കളിക്കാൻ, നിങ്ങൾക്ക് ഉല്ലസിക്കാൻ, നിങ്ങൾക്ക് ആനന്ദിക്കാൻ, നിങ്ങൾക്ക് നടക്കാൻ, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ യോഗ്യമായ നിലയിൽ ഈ ഭൂമിയെ വിധാനിച്ച് പരത്തിത്തന്ന ലോകത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ മറക്കുകയാണ് മനുഷ്യരെ. മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയ്ക്കുള്ളിൽ ഒരട്ടയെപ്പോലെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന മൗലവിയായി, ഉസ്താദായി, പണ്ഡിതനായി, പ്രമുഖനായി, സാദാത്തുക്കളായി, കച്ചവടക്കാരായി, കോടീശ്വരന്മാരായി, ലക്ഷപ്രഭുക്കന്മാരായി ഈ നാടിന്റെ നാനാഭാഗത്തേക്ക് സഞ്ചരിച്ച് ഇടപാടുകളും ക്രയവിക്രയങ്ങളും നടത്തുന്നവരായി, അതീവ നൂതന സംവിധാനമുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവനായി മാറിക്കഴിഞ്ഞപ്പോ ഇതെല്ലാം എന്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും എന്റെ പരിശ്രമം കൊണ്ടും മാത്രം ലഭിച്ചതാണ് എന്ന് വിശ്വസിച്ച ഒരു മൂഢനായി മാറുകയാണോ നീ? ഈ ഭൂതലത്തിലേക്ക് ലോകത്തിന്റെ നാഥനായ റബ്ബ് നിന്നെ വെറുതെ വിട്ടതാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വെറുതെ എന്ന് പറഞ്ഞു വെച്ചു. ഇവിടെ കുറെ നാക്കാലികളുണ്ട്, കുറെ പ്രാണികളുണ്ട്, കുറെ പാറ്റകളുണ്ട്, കുറെ മിണ്ടാപ്രാണികളുണ്ട്, കാനനത്തിൽ ഗർജിക്കുന്ന സിംഹമുണ്ട്, തേറ്റയുള്ള മൃഗങ്ങളുണ്ട്, വെള്ളത്തിന്റെ ആടിയിലേക്ക് ഒളിയിട്ട് പോകുന്ന മത്സ്യങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, അങ്ങ് കരയിലെ ഏറ്റവും വലിയ ജീവിയാകുന്ന ആനയുണ്ട്, ആനയേക്കാൾ 8 ഇരട്ടി 6 ഇരട്ടിയൊക്കെ വലിപ്പം വരുന്ന തിമിംഗലങ്ങളുണ്ട്. എല്ലാം മേൽപ്പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന റബ്ബിനെ മറന്നുപോകാൻ മനുഷ്യ, നീ എത്ര വലിയ അഹങ്കാരിയാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മൻ, ആർക്ക്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബർ ലാ യദ്ഖുലുൽ ജന്ന. അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, ഹുങ്കിന്റെ, ധിക്കാരത്തിന്റെ ചെറിയ അംശം, അതെത്ര ചെറിയ അളവാണെന്നറിയുമോ? ഒരു അണുമണി തൂക്കം. അത്ര കണ്ട് അതിനേക്കാൾ നിസ്സാരമായ ഓടിട്ട വീടിന്റെ ഉള്ളിലേക്ക് ഓടിന്റെ വിടവിലൂടെ ഉച്ച സമയത്തോ പകൽ സമയത്തോ ഇങ്ങനെ സൂര്യന്റെ പ്രകാശത്തെ ഒരു പ്രത്യേക ലൈനായി കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. കുട്ടികളൊക്കെ പോയിട്ട് ആ പൊടിയിൽ ഇങ്ങനെ പിടിക്കും. ആ പാറിക്കളിക്കുന്ന ആ പൊടികൾക്കാണ് അറബി ഭാഷയിൽ ദർറത്ത് എന്ന് പ്രയോഗിക്കുക. പിടിച്ചാൽ കിട്ടില്ല, അത്ര ചെറുത്. അത്ര കണ്ടളവ് അഹന്തയും പൊങ്ങച്ചവും ധിക്കാരവും ഹുങ്കും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിൽ ആ പ്രത്യേകമായ സ്ഥാനത്ത് നിനക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് റബ്ബുൽ ആലമീനായ നാഥൻ ഉറപ്പാണല്ലോ. ശാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം, സാവകാശമാകരുത്, മന്ദഗതിയിലാകരുത്, വേഗത്തിലാകണം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്കും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം. എത്രത്തോളം? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. അപ്പൊ ആകാശത്തോളം ഭൂമിയോളം വിശാലമായ സ്വർഗം
ആ സ്വർഗത്തിന് വേണ്ടി മനുഷ്യരെ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് ഖുർആൻ. ആ സ്വർഗത്തെ ഓർമ്മപ്പെടുത്താൻ, ആ നരകത്തിന്റെ ഭീതിയെ ഓർമ്മപ്പെടുത്താൻ, ആ നരകവും സ്വർഗവും നിശ്ചയിച്ചു വെച്ച റബ്ബിനെ പഠിക്കാൻ, ആ പഠനത്തിൽ ഏറ്റവും പ്രധാനമായ റബ്ബിന്റെ വഹ്ദാനിയത്ത് അറിയാൻ, ആ വഹ്ദാനിയത്ത് അറിയുന്നതിലൂടെ ആരാധനയുടെ മുച്ചൂട് രംഗങ്ങളും അവനിലേക്ക് മാത്രമാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് ഉച്ചരിച്ച് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കണ്ട് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിൽ, പ്രായോഗിക തലത്തിൽ, പ്രാക്ടിക്കൽ തലങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിമനോഹരമായ തൗഹീദിന്റെ വാക്കുകൾക്കെതിരായ ഒരു പ്രവർത്തനം വരാതിരിക്കാൻ, അല്ലാഹ് നിന്നോട് മാത്രമാകും എന്റെ പ്രാർത്ഥന, പടച്ചവനെ നിന്റെ പേരിൽ മാത്രമാകും എന്റെ ബലികർമ്മം, നാദാ നിന്റെ പേരിലല്ലാതെ ഞാൻ ആരെയും വിളിച്ച് സത്യം ചെയ്യില്ല, കഅബയാണ് സത്യമെന്ന് പറയില്ല, പള്ളിയാണ് സത്യമെന്ന് പറയില്ല, ഉമ്മയാണ് സത്യമെന്നില്ല, വാപ്പയാണ് സത്യമെന്ന് പറയില്ല, മക്കളാണ് സത്യമെന്ന് പറയില്ല, ഖുർആനാണ് സത്യമെന്ന് ഞാൻ പറയില്ല, പിന്നെയോ ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബാണ് സത്യം എന്ന് മാത്രമേ ഞാൻ പറയൂ. അവിടെ ഒരിക്കലും റബ്ബെ ഞാൻ ശിർക്ക് വെക്കില്ല. എന്റെ നേർച്ചകൾ, എന്റെ വഴിപാടുകൾ, എന്റെ ഏതൊക്കെ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടോ എല്ലാം നിന്നിലേക്ക് മാത്രം. പടച്ചവനെ ഭൂമിയിലേക്ക് നീ എന്നെ പറഞ്ഞുവിട്ട് എന്റെ ജീവിതത്തിൽ വ്യത്യസ്ത രംഗങ്ങളിലൂടെ ഉയർച്ചയിലേക്ക് എത്താൻ, പതുക്കെ ഉത്തുംഗതയിലേക്ക് കയറി നടക്കാൻ സൗകര്യമൊരുക്കി തന്ന സ്രഷ്ടാവായ റബ്ബേ, നിന്നെ ഞാൻ മറന്നുകൊണ്ട് പ്രവർത്തനം നടത്തില്ല എന്ന് പറയാൻ ഒരുപാട് ബുദ്ധി വേണോ മനുഷ്യരെ? വേണോ? ഒരുപാട് ബുദ്ധി വേണോ? ഒരു ഷോപ്പിൽ പണിയെടുക്കുന്ന മനുഷ്യൻ ആ ഷോപ്പിന്റെ ഉടമ പറയുന്ന നിബന്ധനകളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എതിർ പ്രവർത്തനം ഒരു പ്രാവശ്യം നടത്തി അവിടുത്തെ സെയിൽസ്മാൻ, രണ്ടാമതൊരു തവണ കൂടി നടത്തി, മൂന്നാമതും ചെയ്താൽ അവനെ പിരിച്ചുവിടാൻ 3 തവണ ചെയ്യാൻ കാത്തിരിക്കാതെ പിരിച്ചുവിടുന്ന രംഗങ്ങൾ. സൃഷ്ടാവായ റഹ്മാനായ റഹീമായ ഗഫൂറായ എന്നാൽ മുത്തക്കബ്ബിറായ ജബ്ബാറായ റബ്ബ് ഏറെ പുറത്തു തന്നില്ല മനുഷ്യരെ. തെറ്റ് ചെയ്തിട്ട്, കാണാൻ പാടില്ലാത്തത് കണ്ടിട്ട്, അറിയാൻ പാടില്ലാത്തത് അറിഞ്ഞിട്ട്, തൊട്ടുപോക്കാൻ പാടില്ലാത്തത് തൊട്ടു നോക്കിയിട്ട്, സ്പർശിക്കാൻ പാടില്ലാത്തതിനെ സ്പർശിച്ചിട്ട്, പോവാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കാൽപാദങ്ങൾ ഉപയോഗിച്ച് നടന്നുപോയിട്ട്, ഈ കരങ്ങൾ ഉപയോഗിച്ച് എത്തിപ്പിടിക്കാൻ പാടില്ലാത്തത് എത്തിപ്പിടിച്ചിട്ട്, എന്നിട്ടും എന്റെ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, കരുണയുടെ നിധിയായ റബ്ബ്, ഏറെ പൊറുക്കുന്നവനായ റബ്ബ്, അധികാരത്തിന്റെ ഏതൊക്കെ ഉത്തുംഗതകളുണ്ടോ അതെല്ലാം അവൻ ഇച്ഛിക്കുന്നത് പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റബ്ബ് എനിക്ക് മാപ്പ് തന്നു എന്നതിന്റെ തെളിവല്ലേ ഞാൻ ഈ ഭൂമിയിൽ ഇന്നും സുഖലോലുപനായി ജീവിക്കുന്നത്? അല്ലേ? എന്നിട്ട് ആ റബ്ബ് പോരാ എന്റെ ജീവിതത്തിൽ എന്ന് തീരുമാനിക്കാൻ മാത്രം ധിക്കാരിയായി പോയോ? അഹങ്കാരിയായി പോയോ? ഹുങ്ക് കാണിക്കുന്നവനായി പോയോ മനുഷ്യൻ? ഇതൊരു ചിന്തയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ധിക്കാരം ചെയ്തത്? ഞാൻ പറയാം. എങ്ങനെയാണ് മനുഷ്യൻ ധിക്കാരത്തിന്റെ റൂട്ടിലേക്ക് നടന്നുപോയത്? മനുഷ്യനെ വഴിതെറ്റിക്കാൻ അവന്റെ കൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ മനുഷ്യനുണ്ടാക്കിയതും റബ്ബ്, പിശാചനുണ്ടാക്കിയതും റബ്ബ്, മലക്കുകളെ സംവിധാനിച്ചതും റബ്ബ്, ചരാചരങ്ങളെ ഒരുക്കിയതും റബ്ബ്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നതും റബ്ബ്, ഭൂമിയെ വിധാനിച്ചു തന്നതും റബ്ബ്, ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് വെള്ളമിറക്കി തന്നതും റബ്ബ്. പിന്നെ മനുഷ്യനെ തെറ്റിക്കാൻ എന്തിനാ റബ്ബ് ഒരു സാത്താനെ നിശ്ചയിച്ചത്, ഒരു പിശാചിനെ നിശ്ചയിച്ചത് എന്തിനാ? ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം, അല്ലേ? ഞാൻ എന്ന ഈ രൂപം തന്ന റബ്ബ്, ഈ സംവിധാനം തന്ന റബ്ബ് മനുഷ്യനെ തെറ്റിക്കാൻ, അവനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് വലിക്കാൻ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ, ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ, ദാ എന്തിനാണ് പിശാചിനെ അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്തത്? ഇതാ ഇവൻ തെറ്റിലേക്ക് ക്ഷണിക്കുന്നവനാണെന്ന മുന്നറിയിപ്പ് നൽകി, ഇവൻ തെറ്റിന്റെ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നവനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ്, ഇന്ന ശൈത്വാന ലക്കും അദു, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ പിശാചാണ് നിങ്ങളുടെ മുഖ്യ ശത്രു, അവനെ സൂക്ഷിക്കണം. എന്തിനങ്ങനെ? എന്നിട്ട്
ധർമ്മം ചെയ്ത്, സുഹൃതം ചെയ്ത്, നന്മ ചെയ്ത്, സൽപ്രവർത്തനം ചെയ്ത് സ്വർഗമെന്ന് പറയുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കരങ്ങളും എത്തിപ്പിടിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സുകൾക്കും ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത ആ സ്വർഗമെന്ന് പറയുന്ന ലോകത്തേക്ക് പ്രവേശനം കൊടുക്കാൻ ആരാണ് റബ്ബിന്റെ ഭാരമായ കാരുണ്യം കൊണ്ട് അർഹരായി തീരുന്നത് എന്ന പരീക്ഷണമാണ് ഈ കൊച്ചുഭൂമിയിൽ, നൈമിഷികമായ ലോകത്ത്, വളരെ തുച്ഛമായ സമയത്ത് അള്ളാഹ് നിശ്ചയിച്ച പരീക്ഷാ ഹാളിൽ വെച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുന്നത്. ഇവന് സ്വർഗമെന്ന് പറയുന്ന ലോകത്തേക്ക് പ്രവേശിക്കാൻ അർഹതയുണ്ടോ ഇല്ലേ, എന്നെ കൊണ്ട് ബോധ്യപ്പെടുത്തുന്നു അല്ലാഹ്. ഞാനെങ്ങാനും നരകത്തിൽ ആപതിച്ചു പോയാൽ റഹ്മാനായ റബ്ബിനെ കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. റബ്ബേ, ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നരകത്തിന്റെ ഗാതകൃത്യത്തിൽ വീണു പോകേണ്ടി വന്നത്. വേശ്യയുടെ, മദ്യപാനിയുടെ, മുശ്രിക്കിന്റെ, കാഫിറിന്റെ, നീചവൃത്തി ചെയ്തവന്റെ, അശ്ലീലത കണ്ടവന്റെ, ആഭാസങ്ങൾ മുഴുകി ജീവിച്ചവന്റെ, തോന്നിവാസിയുടെ ശരീരത്തിൽ നിന്നൊലിച്ചിറങ്ങുന്ന നീര്, ജലം, ചോര ഇതെല്ലാം കുടിച്ച് നരകത്തിൽ കിടന്ന് മരണമില്ലാതെ, ജീവിതമില്ലാതെ 40 മുഴമുള്ള കട്ടി, 40 മുഴം നീളമുള്ള തൊലിയുടെ കട്ടി അതെങ്ങാനും പൂർണ്ണമായി ഉരുകി ഒലിച്ച് ശരീരത്തിന്റെ മാംസലമായ ഭാഗത്തേക്ക് എത്തുമ്പോ വീണ്ടും തൊലി മാറ്റിക്കൊടുത്ത് ആ നരകത്തിലിട്ട് മരിക്കാൻ സമ്മതിക്കാതെ, ജീവിക്കാൻ സമ്മതിക്കാതെ, അതികഠിന കഠോരമായ, ഒരിക്കലും പറയാനാവില്ല അതിന്റെ സ്ട്രോങ്, അത്ര കണ്ട് ശിക്ഷ കൊടുക്കുന്ന നരകത്തിലിട്ട് ഇവനെ എരിച്ചു കളയുമെന്ന്, അവന്റെ തലയോട്ടി ഉരുകി ഒലിക്കുമെന്ന്, അവന്റെ ശരീരമാകെ ഉരുകി ഒലിക്കുമെന്ന് പറയുന്ന ഭീകരമായ ഒരു നരകത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും ആ റബ്ബിനെ മറന്ന് ജീവിക്കാൻ ധിക്കാരിയായ മനുഷ്യനല്ലാതെ ആര് തയ്യാറായി? അവന് റബ്ബിനെ മനസ്സിലായിട്ടില്ല, അവന് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല, അവന് റഹ്മാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല, അവന് റഹീം ആരാന്ന് മനസ്സിലായിട്ടില്ല, ഞാൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ധിക്കാരം ചെയ്യോ മനുഷ്യൻ? ഏറ്റവും വലിയ ധിക്കാരം എന്താന്ന് ഞാൻ പറയാം. ഏറ്റവും വലിയ ധിക്കാരം എന്താന്ന് പറയാം. എന്റെ ഭാര്യ എന്റെ വസ്ത്രം അയൺ ചെയ്തപ്പോ എന്റെ ഷർട്ട് അങ്ങ് കത്തിപ്പോയാൽ, ഇവിടെ ഇരിക്കുന്നവർ, ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾ ഇന്നലെ വാങ്ങിയ പുതിയ ഷർട്ട് നിങ്ങളുടെ ഭാര്യ ഇസ്തിരിയിട്ടപ്പോ ഇന്ന് കത്തിപ്പോയി, നിങ്ങൾ ക്ഷമിക്കും? സാരല്ല. എന്റെ 500 രൂപ പോയി, സാരല്ല, എന്ത് ചെയ്യാനാ? ക്ഷമിക്കൂലേ? ക്ഷമിക്കും. ക്ഷീണിച്ച് തളർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അല്പം കഞ്ഞിവെള്ളം ഉപ്പിട്ട് തരാൻ ആവശ്യപ്പെട്ടപ്പോ ഒരുപാട് ഉപ്പായി പോയി, തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, വെള്ളത്തിന് വല്ലാത്ത ആവശ്യമുണ്ട്. ക്ഷമിക്കാൻ റെഡിയല്ലേ? ക്ഷമിക്കും. ഇതൊക്കെ റെഡിയാണ്. അങ്ങനെ എന്തൊക്കെ ഉദാഹരണങ്ങള്, 100 കണക്കിന് ഉദാഹരണങ്ങൾ വെക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ബെഡ്റൂമിൽ വേറൊരു പുരുഷന്റെ കൂടെ നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, സല്ലപിക്കുന്നത് കാണേണ്ടി വന്നാൽ, കേൾക്കേണ്ടി വന്നാൽ ക്ഷമിക്കാൻ പറ്റും? നേരത്തെ ക്ഷമിച്ച ഈ ക്ഷമയുടെ ലിസ്റ്റുകൾ മുഴുവനും പരിശോധിച്ച് റെഡി എന്ന് പറയുന്ന മനുഷ്യ, ഈ പ്രവൃത്തി നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? എന്തേ ക്ഷമിക്കാൻ പറ്റാത്തത്? നിന്റെ ഭാര്യ നിനക്ക് മാത്രം തരേണ്ട അവകാശമാണ്. നിന്നെ മറച്ചു വെച്ച്, നിന്നെ ചതിച്ച്, നിന്നെ വഞ്ചിച്ച് മറ്റൊരുത്തവന്റെ മുമ്പിൽ, ഏതോ ഒരു ചെകുത്താന്റെ മുമ്പിൽ, ഏതോ ഒരു പിശാചിന്റെ മുമ്പിൽ, ഏതോ ഒരു വൃത്തികെട്ടവന്റെ മുമ്പിൽ എനിക്ക് മാത്രം തരേണ്ട അവളുടെ ശരീരത്തെ വകവെച്ചു കൊടുത്തവൾ വേണ്ട എനിക്ക് ഭാര്യയായി എന്ന് തീരുമാനിക്കാൻ ഒരുപാട് ബുദ്ധി വേണോ? വേണ്ട. നിനക്ക് വെള്ളം തന്ന റബ്ബ്, നിനക്ക് വെളിച്ചം തന്ന റബ്ബ്, നിനക്ക് ജീവൻ തന്ന റബ്ബ്, നിന്റെ മരണം നിശ്ചയിച്ച റബ്ബ്, നിന്നെ മരിച്ച് ഈ ഖബറിലെ ജീവിതം എങ്ങനെയാകണമെന്ന് നിശ്ചയിച്ച റബ്ബ്, വരാനിരിക്കുന്ന സ്വർഗവും നരകവും നിശ്ചയിച്ച റബ്ബ്, അവിടുത്തെ വിചാരണകൾ, വലത് കൈയിൽ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന രംഗം, സിറാത്ത് എന്ന പാലത്തിലൂടെ കാറ്റിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരെ കുറിച്ച് അറിയിച്ച റബ്ബ്, അതിവേഗതയിൽ ഓടിപ്പോകുന്നവരെ കുറിച്ച് സൂചന നൽകിയ റബ്ബ്,
കൊളുത്തുകളിട്ട് വലിച്ച് നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്നു പോകുമ്പോ കൊളുത്തുകളിട്ട് വലിച്ച് നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്ന ഭീകരമായ അവസ്ഥയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ചു കൊടുത്ത് അവിടുത്തെ തിരുനാവ് കൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ സൂചനയിലും വ്യാഖ്യാനത്തിലും വിശദീകരണത്തിലും പറഞ്ഞു പഠിപ്പിച്ചു തന്ന ആ ലോകത്തിന്റെ നാഥനായ റബ്ബ്, ആ റബ്ബിനെ മറക്കാൻ പറ്റുമോ? റെഡിയല്ലേ? ഇതൊക്കെ സംഭവിക്കൂലേ? അവനല്ലേ എല്ലാം ഒരുക്കിയത്? ഇതൊക്കെ സത്യല്ലേ? ഇതൊക്കെ റെഡിയല്ലേ? ഇതൊക്കെ സത്യമാണെങ്കിൽ ആ വരുന്ന നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, വിചാരണ സത്യമാണ്. ആരാണവൻ? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ ആദ്യത്തെ വിളിയാണ് മനുഷ്യരെ എന്ന വിളി. ബഖറയിലെ ആദ്യത്തെ വിളി മനുഷ്യരെ എന്ന ആദ്യത്തെ വിളി. യാ യുഹന്നാസ് يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 21-22 വചനങ്ങൾ. എന്താണ് ഇതിന്റെ അർത്ഥം? ഓ മനുഷ്യരെ, ഓ മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല വിളിച്ചത്. ഇൻഷാ അല്ലാഹ് ജംഷീറ ഭാഗങ്ങളിലേക്ക് വരും. ഓ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും, എന്റെ ഉപ്പയെ, വല്ലിപ്പയെ, വല്ലിപ്പയെ, അതിന്റെ ഉപ്പയെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെ എത്തി നിൽക്കുന്ന മനുഷ്യ ലോകത്തെ ജീവജാലങ്ങളെ, സൃഷ്ടിജാലങ്ങളെ, ചരാചരങ്ങളെ, സസ്യലതാദികളെ, വൃക്ഷങ്ങളെ, ചെറുതും വലുതുമായ പ്രാണികളെ, ജീവജാലങ്ങളെ ഒരുക്കി തന്നവനാരോ? ഖുർആനിലെ ഈ സൂറത്തിൽ ഈ ആയത്തിൽ പറഞ്ഞത് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു, ആകാശത്തു നിന്ന് മേഘപാളികളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നു, അതിലൂടെ വ്യത്യസ്തമായ സസ്യലതാദികളെ ഉൽപാദിപ്പിച്ചു തന്നു. ഫല, അതുകൊണ്ട് അരുത്, അതുകൊണ്ടരുത്, അതുകൊണ്ട് ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ, ഈ സൃഷ്ടാവായ ആരാധനക്കർഹനായ ആ റബ്ബിന് നിങ്ങൾ ഒരിക്കലും സമന്മാരെ വെക്കരുത്, പകരക്കാരെ നിശ്ചയിക്കരുത്. ഇതൊക്കെ തന്നതവനാണ്. ഒരു പിതാവ് കുട്ടിയോട് പറയുന്നത് പോലെ, മോനെ ഞാനാ നിനക്ക് ബാഗ് വാങ്ങിത്തന്നത്, മോനെ ഞാനാ നിനക്ക് പെൻസിൽ വാങ്ങിത്തന്നത്, പേന വാങ്ങിത്തന്നത്, പുസ്തകം വാങ്ങിത്തന്നത്, സൗകര്യമൊരുക്കി തന്നത്, നിനക്ക് വേണ്ട വാഹനം ഒരുക്കി തന്നത്. അതുകൊണ്ട് നിന്റെ പിതാവാണ് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. റബ്ബിനെതിരല്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരല്ലെങ്കിൽ ഈ വാപ്പ പറയുന്നത് എന്തും നീ അനുസരിക്കാൻ ബാധ്യതയുള്ളവനാണ് എന്ന് വാപ്പ പുന്നാര മകനെ വിളിച്ച് പറയുമ്പോ വാപ്പ കൊടുത്ത സൗകര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ലോകത്തിന്റെ നാഥനായ റഹ്മാനായ റഹീമായ റബ്ബ് അവനൊരുക്കി തന്ന സൗകര്യങ്ങളെ ഓർമ്മപ്പെടുത്തി, മനുഷ്യ ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, ഇതൊക്കെ ഞാൻ ചെയ്തു തന്നതാണ്. അതുകൊണ്ട് നീ നിസ്സാരനാണ്. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും നീ എന്നെ മാത്രം ആരാധിക്കണം. എനിക്ക് സമന്മാരെ വെക്കരുത്, എനിക്ക് പകരക്കാരെ നിശ്ചയിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. വേറെന്തും ഞാൻ ക്ഷമിച്ചു തരും, വേറെന്തും ഞാൻ പുറത്തു തരും, വേറെന്തും ഞാൻ വിട്ടുതരും. പക്ഷെ ഇത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് റബ്ബുൽ ആലമീനായ നാഥൻ നമ്മുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ മനുഷ്യരുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക്, ആലോചനയിലേക്ക് ഗൗരവം കയറുന്നില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്, അവനവന്റെ പതിസ്ഥാനത്തിരുന്ന് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ചിന്തയിലുണ്ട്, നമ്മുടെ ആലോചനയിലുണ്ട്. എങ്ങനെ? അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ അനുഗ്രഹങ്ങൾ എല്ലാം ഉണ്ട്. സുന്നിക്ക്, മുജാഹിദിന്, ജമാഅത്തിന്, തബ്ലീഗിന്, എല്ലാ മുസ്ലിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സർവ്വ മുസ്ലിങ്ങളും അല്ലാഹ് ആവർത്തിച്ചു പറയുന്നു ആ പദം. പക്ഷേ അല്ലാഹ് എന്ന ഈ ശക്തിയെ മനസ്സിലാക്കേണ്ടത് പോലെ, കണക്കാക്കേണ്ടത് പോലെ ആരൊക്കെ കണക്കാക്കി? ഒരേക്കർ ഭൂമി എന്റേതാണ്, ആധാരം എനിക്കുണ്ട്, അടിയാധാരമുണ്ട്, നികുതി അടച്ച ചീട്ടുണ്ട്, കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും ആത്യന്തികമായി അവന്റേതാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ
ഞാൻ കെട്ടിയുണ്ടാക്കിയ അതിമനോഹരമായ എന്റെ വീട്, അതിമനോഹരമായ എന്റെ വീട് റബ്ബുൽ ആലമീനായ നാഥൻ എന്നെ തിരിച്ചു വിളിച്ചാൽ അത് ശിഹാബിന്റെ വീടാന്ന് പറഞ്ഞ വീട് ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ മക്കളുടെ വീടായി അറിയപ്പെടും, എന്റെ അനന്തരമാ അവകാശമുള്ളവരുടെ വീടായി അറിയപ്പെടും. എന്റെ ലിസ്റ്റ്, എന്റെ പേര് അതിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് വെട്ടിമാറ്റുകയാണ്. ഈ സ്റ്റേജിൽ ഞാൻ എങ്ങാനും തളർന്നു വീണ് മരിച്ചാൽ, ഇതുവരെ ശിഹാബ് അടക്കര എന്നാണ് എല്ലാവരും പറഞ്ഞത്. സ്വാഗതത്തിൽ അധ്യക്ഷനെല്ലാം എങ്ങനെ വിളിച്ചു. ഞാൻ ഈ സ്റ്റേജിൽ ഈ സമയത്ത് തളർന്നു വീണ് മരിച്ചാൽ എന്റെ അരികൻ ഈ സദസ്സിലുണ്ട്, എന്റെ കുടുംബത്തിൽപ്പെട്ടവർ ഈ സദസ്സിലുണ്ട്. ശരി, അവർ നാട്ടിലേക്ക് ഫോൺ വിളിക്കുകയാണ്, ഇതാ നമ്മുടെ ശിഹാബ് മരണപ്പെട്ടിരിക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആശ്ചര്യകരമായി ദുഃഖത്തോടുകൂടി അത് പറയും. പിന്നീട് ഫോൺ കോൾ നാട്ടിൽ നിന്ന് വരുന്നു, മയ്യത്ത് എവിടെ, ശിഹാബ് എവിടെയെന്ന് ചോദിക്കൂല. ചോദിക്കോ മയ്യത്ത് എവിടെ? കണ്ടോ, എന്റെ പേര് നീങ്ങി. ശിഹാബ് എവിടെ എന്നല്ല ചോദിക്കുന്നത്, മയ്യത്ത് എവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി എടക്കരയിലേക്ക് ഒരു വാഹനത്തിൽ എന്റെ നാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ സുഹൃത്തുക്കളെ ഇല്ല, ചോദിക്കുന്നില്ല ശിഹാബ് എവിടെ എത്തി എന്ന് ചോദിക്കില്ല. ഇല്ല, അങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നേ ഇല്ല. മഞ്ചേരിയിലെത്തി മയ്യത്ത്, മഞ്ചേരിയിലെത്തി മയ്യത്ത്, നിലമ്പൂരിലെത്തി മയ്യത്ത് ഇപ്പെത്തും എന്നാണ് പിന്നെ സംസാരം. ഇത്ര നിസ്സാരന്മാരാണ് മനുഷ്യരെ നമ്മൾ. ആ ബോധം നമുക്കുണ്ടോ? ആ ബോധം നമുക്കുണ്ടോ? അതിമനോഹരമായ കൊട്ടാരങ്ങൾ പടുത്തുയർത്തി, അല്ലെ, ഭൗതിക ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഞാനെന്ന ഭാവം ധരിച്ച്, ഞാനെന്ന ഭാവമുണ്ടായി ഈ ഭൂതലത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ ലോകത്തിന്റെ നാഥനായ റബ്ബിനെ മറന്നു പോകുന്നു. സഹാബ, അവിടുന്ന് മുന്നോട്ടുള്ള പ്രവാചകന്മാർ എല്ലാവരും രാത്രിയെ ഹയാത്താക്കി മാറ്റുകയാണ്. അവനെ ഓർത്തിട്ട് പൊട്ടിക്കരയുകയാണ്. ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പടച്ചവനെ നിങ്ങൾക്ക് പേടിയില്ലേ എന്ന ചോദ്യം കേട്ടപ്പോ അറിയാതെ വിറച്ചുപോയ ഒരു താബിഈന്റെ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കട്ടെ. മരുഭൂമിയിലെ പേപ്പെട്ടി എന്നറിയപ്പെടുന്ന ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു കാട്ടറബിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയുമോ നിങ്ങൾക്ക്? അയാൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും വ്യഭിചാരത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ഫുലൈൽ ഇബ്നു ഇയാദ്, മരുഭൂമിയിലെ പേപ്പെട്ടി എന്നറിയപ്പെടുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ചുറ്റുപാടും കറങ്ങി നടന്ന് അന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു പെൺകുട്ടിയെയും വ്യഭിചാരത്തിന് ലഭ്യമാവാതെ തിരിച്ചു വന്നു. ഫുലൈൽ തന്റെ വീട്ടിൽ കയറി പറഞ്ഞു, ഇല്ല, ഫുലൈലിന്റെ ജീവിതത്തിൽ വ്യഭിചാരം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ വ്യഭിചരിക്കാത്ത ദിവസമുണ്ടായിട്ടില്ല. ഇന്നും ഞാൻ വ്യഭിചരിക്കും, ഇന്നും ഞാൻ വ്യഭിചരിക്കും. പക്ഷേ വ്യഭിചരിക്കാൻ തരപ്പെട്ട ഒരു പെണ്ണിനെയും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വയോവൃദ്ധയായ 60 വയസ്സ് പ്രായം കഴിഞ്ഞ വൃദ്ധയായ ഒരു ഉമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവിടേക്ക് ചെന്നാൽ തടുക്കാൻ ആരുമില്ല, അവിടേക്ക് പോകാം. എന്റെ വൈകാരിക തലത്തെ തീർത്തു കളയാൻ അവള് പെണ്ണാണല്ലോ എന്ന് തീരുമാനിച്ച് ഫുലൈൽ ഇബ്നു ഇയാദ് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ, മേഞ്ഞുണ്ടാക്കിയ ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വാതിൽ കൂട്ടിയ ഒരു ചെറിയ കുടിലേക്ക് കയറി ചെല്ലുകയാണ്. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആ മാതാവ് ഈ കാണുന്ന ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, മാസ്മരിക ശക്തിയുള്ള ഖുർആൻ, മനുഷ്യനെ അട്രാക്ഷൻ ചെയ്യാൻ കഴിവുള്ള ഖുർആൻ, മനുഷ്യനെ ധർമ്മത്തിലേക്ക് പിടിച്ചു വലിക്കാൻ ശക്തിയുള്ള ഖുർആൻ, മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ, മനുഷ്യനെ അധർമ്മത്തിൽ നിന്ന്, അശ്ലീലതയിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സുഹൃതത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോകുന്ന ഖുർആൻ. ഈ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അലം യഇനിലില്ലദീന ആമനു, അലം യഇനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്നതാണ് ആയത്ത്. ആയത്തിന്റെ അർത്ഥം മനസ്സിലായോ? എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഏറ്റവും ഗൗരവമുള്ള പാപം ഏതാണെന്ന് ഞാൻ പറയും, ഏറ്റവും മനോഹരമായ നന്മ ഏതാണെന്ന് ഞാൻ പറയും. മനുഷ്യലോകം ഈ അല്ലാഹനെ വിട്ട് റൂട്ട് തെറ്റിപ്പോയ റൂട്ടിനെ കുറിച്ച് ഞാൻ സൂചന പറയും. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ വിഷയത്തെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുക. അതിനിടയ്ക്ക് ഒരു മിനിറ്റ് എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞോട്ടെ.
അധർമ്മത്തിലേക്ക്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മായാവലയത്തിൽപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരന്മാർ വൃത്തികെട്ടൊരു ലോകത്തേക്ക് നിങ്ങളെ മാടി വിളിച്ചപ്പോ നിങ്ങൾ ഓതി പഠിച്ച മദ്രസ ലോകത്തെ മറന്ന്, നിങ്ങൾ ഓതി പഠിച്ച പരിശുദ്ധ ഖുർആനിനെ മറന്ന്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ സംസാരങ്ങൾ മറന്ന്, ആ കൂട്ടുകാരന്മാരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മായാവലയത്തിൽപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയി, പാർക്കിലേക്ക് കയറി ചെന്ന് അതേ കടപ്പുറത്തേക്ക് നടന്നുപോയി വൃത്തികെട്ട ടൂർ സംഘടിപ്പിച്ച് വേണ്ടാവൃത്തികൾ ചെയ്തു കൂട്ടുമ്പോ ലോകത്തിന്റെ നാഥനായ റബ്ബിനെ ഒരു സെക്കൻഡ് ഓർക്കാൻ, ഒരു മിനിറ്റ് ഓർക്കാൻ, ഒരു മണിക്കൂർ അതിനു വേണ്ടി സമയം ഇരുന്ന് ചിന്തിക്കാൻ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ആലോചനകൾ ഫ്യൂച്ചറിൽ, ഭാവിയിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോ ഈ ആയത്തിന്റെ അർത്ഥതലത്തെ നിങ്ങൾ ഓർക്കണം. ഈ കാട്ടറബിയായ മനുഷ്യൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ ഓതിയതെന്താ? അലം യഇനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അർത്ഥം അല്ലാഹുവിനെ ഓർത്തിട്ട് വിശ്വാസമുള്ളവരെ, വിശ്വാസികളെ, പടച്ചോനെ ഓർത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിന് പെടക്കാൻ, നിങ്ങളുടെ കൽബുകൾക്ക് വിറക്കാൻ, നിങ്ങളുടെ കൽബുകൾക്ക് ആലോചനയിലേക്ക് ഏർപ്പെടാൻ, ഒരാത്മവിചിന്തനത്തിന് തയ്യാറാകാൻ സമയമായിട്ടില്ലേ എന്ന ചോദ്യം കേട്ടപ്പോ വ്യഭിചാരത്തിലും ബലാത്സംഗങ്ങളിലുമൊക്കെ കൂപ്പുകുത്തി അശ്ലീലത എന്റെ ജീവിതത്തിന്റെ എല്ലാമാണ് എന്ന് തീരുമാനിച്ച ഫുളൈൽ ഇബ്നു ഇയാദ് തള്ളി തുറന്ന വാതിൽ പുറത്തിറങ്ങി വലിച്ചടച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ തട്ടിക്കളിച്ചു അലം യഇനിലില്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ഈ ആയത്തിങ്ങനെ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ തട്ടിക്കളിച്ചുകൊണ്ട് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ ജീവിതത്തിൽ ഇനി വ്യഭിചാരത്തിലേക്കില്ല. ആ മാതാവിന്റെ, ഒരു ഉമ്മയുടെ, ഒരു വൃദ്ധയായ സ്ത്രീയുടെ നാവിൻ തുമ്പിലൂടെ, ചുണ്ടുകളിലൂടെ പുറത്തു കേട്ട വാക്ക് ഒരിക്കലും ഏതോ ഒരു വർത്തമാനമല്ല, അത് റബ്ബിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്. അതാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തിരുന്നതെങ്കിൽ ഇതാ ഒരിക്കലും ഞാൻ ഇനി അതിനെ അവിശ്വസിക്കുന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമകൾ പ്രഖ്യാപിച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ജീവിതത്തിലേക്ക് പകർത്താൻ തീരുമാനിച്ച് ഇസ്ലാമിന്റെ രാജകീയമായ പാതയിലേക്ക് പ്രവേശിക്കുകയാണ് കാട്ടറബിയായ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും തോന്നിവാസങ്ങളിൽ മാത്രം അകപ്പെട്ടു പോയ ഫുളൈൽ ഇബ്നു ഇയാദ് ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. ഈ ആയത്തെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായി മാറി. അധർമ്മത്തിൽ കൂപ്പുകുത്തിയവൻ ധർമ്മത്തിന്റെ സുതാര്യമായ പാതയിലേക്ക് കയറി വരുന്നു. ശബ്ദം കേൾക്കുന്നവരെ ആലോചിക്കൂ. നിങ്ങൾ ഖുർആൻ കേൾക്കാത്തത് കൊണ്ടാണോ മുസ്ലിം ഉമ്മത്ത് പിടച്ചു പോകുന്നത്? ആണോ? ഖുർആനിലെ അർത്ഥതലങ്ങളെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി കർണപുടങ്ങളിലൂടെ കേട്ട് ആലോചനയിലേക്ക് കയറ്റിവെച്ച് ഹൃദയത്തിന്റെ അകത്തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി വീണ്ടും ആലോചിക്കാൻ, റബ്ബിന്റെ കലാമാണ് ഞാൻ കേൾക്കുന്നത്, റബ്ബിന്റെ സംസാരമാണ് ഞാൻ പഠിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ ഈ മുസ്ലിം ഉമ്മ പിഴച്ചു പോകുമായിരുന്നില്ല. ചിന്തല്ല, ഇങ്ങനെ കേൾക്കല്ലേ, ഭയങ്കര പ്രസംഗമല്ലല്ലോ എടുത്തു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. ആയിരക്കണക്കിന് മനുഷ്യര് പങ്കെടുക്കുന്ന വേദി കിട്ടിയിട്ട് അതിമനോഹരമായ വിധത്തില് വെറുതെ കുറെ കഥകൾ പറഞ്ഞ് സമയങ്ങളെയല്ലേ മനുഷ്യലോകം. ആയിരക്കണക്കിന് മനുഷ്യരെ കിട്ടിയിട്ട് അള്ളാന്റെ കലാമ് പറയാൻ, ആയിരക്കണക്കിന് മനുഷ്യരെ കിട്ടിയിട്ട് അള്ളാന്റെ വഹ്ദാനികത്ത് പറയാൻ, ആയിരക്കണക്കിന് മനുഷ്യരെ കിട്ടിയിട്ട് ശിർക്കിന്റെ ഗൗരവം പറയാൻ, ആയിരക്കണക്കിന് മനുഷ്യരെ കിട്ടിയിട്ട് പരലോകത്തെ ഓർമ്മപ്പെടുത്താൻ, തൗഹീദിന്റെ മാധുര്യമുള്ള വിശദീകരണം പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ലാതെ പോയി. അതാണ് ഈ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. അറിയോ? അള്ളാന്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കാൻ ആളില്ലാതെ പോകുന്നു. ഷിർക്കിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോകുന്നു. ഈ മുസ്ലിം ഉമ്മത്ത് നടക്കുന്ന റൂട്ടിലേക്ക് ക്ഷണിക്കുകയല്ല നമ്മുടെ ബാധ്യത. അവർ കേടുവരുത്തിയതിനെ നന്നാക്കാൻ എന്റെ ഭാഷയിലല്ല, എന്റെ ഇഷ്ടത്തിനല്ല, എന്റെ മനസ്സിൽ തോന്നിയ ഏതെങ്കിലും രൂപത്തിലല്ല, ഖുർആൻ കയ്യിലേന്തി തിരുസുന്നത്ത് കൂടെ വെച്ച് പിഴച്ചു പോകുന്ന സമുദായത്തെ ധർമ്മത്തിലേക്ക് ക്ഷണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഉസ്താദുമാർ, മൗലവിമാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സാദാത്തുക്കൾ. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് ഈ ഉമ്മത്ത് നമുക്കെതിരെ തിരിയും.
തിരിഞ്ഞിട്ട് പറയും, നാഥാ നാഥാ, ഇവരാണ് ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞത്. ആത്തിഹിം ലഅഫൈന മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം. ആത്തിഹിം ലഅഫൈന മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറ, ശാപം കൊടുക്കണം അവർക്ക്. ആർക്കെതിരെ? മൗലവിമാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, ഉസ്താദുമാർക്കെതിരെ, ഖാലിമാർക്കെതിരെ, നേതൃത്വത്തിലിരിക്കുന്നവർക്കെതിരെ, സമുദായത്തെ നയിക്കുന്നവർക്കെതിരെ, സാദാത്തുക്കൾക്കെതിരെ, പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയും, ഇവര് ഞങ്ങൾക്ക് വിലപ്പെട്ട സമയം ഞങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗം നടത്തിയിട്ട്, ക്ലാസ് എടുത്തിട്ട്, വയല് പറഞ്ഞിട്ട്, ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തിട്ട്, പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഞങ്ങൾക്ക് വരാനിരിക്കുന്ന നരകത്തിന്റെ ഗൗരവം പറഞ്ഞു തരാതെ, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു തരാതെ, തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞു തരാതെ പിടപ്പിച്ചു കളഞ്ഞവർ ഇവരാണ്. സ്വാർത്ഥ താല്പര്യമുള്ളവരായിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ. ശിക്ഷയുടെ ഇരട്ടി ഞങ്ങൾക്ക് തരുന്നത്, അതിന്റെ ഇരട്ടി അവർക്ക് കൊടുക്കണമെന്ന് നാളെ പരലോകത്ത് പറയും. ഈ ഒരു ഓർമ്മ പണ്ഡിത ലോകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊരിക്കലും അവിടെ നാവിനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നില്ല. ഈ ചിന്ത പ്രബോധകന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ പാരത്രിക ലോകത്തെ മറന്നുകൊണ്ടൊരു സംസാരം അവർ നടത്തുമായിരുന്നില്ല. അരീക്കോടിന്റെ മണ്ണിൽ പതിറ്റാണ്ട് മുമ്പ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിലെ ഉഷാരം വളരെ ഗംഭീരമായി, വളരെ മനോഹരമായ ഒരു പ്രസംഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഉസ്താദിന്റെ പ്രസംഗം ആ നാട്ടിലാള് കേൾക്കണേ. എന്താണ് കേട്ട ആയത്തിന്റെ ഭാഗം? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ. നിങ്ങൾക്ക് ആൾ ദൈവങ്ങൾ വേണോ? പുണ്യപുഷ്പങ്ങളെ വേണോ? പുണ്യചിത്രങ്ങളെ വേണോ? പുണ്യമരങ്ങൾ വേണോ? ഏതെങ്കിലും ഒരു ജീവിയെ ആരാധിക്കണോ? ഏതെങ്കിലും ഒരു പ്രാണി ആരാധിക്കണോ? മുള്ളിനെയും മുരടിനെയും മുറുക്കം പാമ്പിനെയും സകലമാന പ്രാണികളെയും ജന്തുക്കളെയും ആരാധിക്കണോ മനുഷ്യരെ? ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാരാ? നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് പോരെ? അലൈസല്ലാഹ്, അല്ല പോരെയോ? അല്ല മതിയായിട്ടില്ലേ? റബ്ബ് പോരെ? ആർക്ക്? ഒരടിമക്ക് റബ്ബ് തന്നെ മതിയായവനല്ലയോ എന്ന ചോദ്യം ആ പ്രസംഗം കേട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തി. അയാൾ ആയത്ത് എഴുതിയെടുത്തു, ആയത്തിന്റെ നമ്പർ എഴുതിയെടുത്തു, സൂറത്ത് എഴുതിയെടുത്തു. എന്നിട്ട് പള്ളിയിലെ അദ്ദേഹം സ്നേഹിക്കുന്ന ഉസ്താദിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അല്ല, ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ടോ? ഈ കേരളത്തിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരുടെ സംസാരം കേട്ട് മാറ്റത്തിന്റെ വിപ്ലവം കുറിച്ച ഒരുപാട് ചരിത്രങ്ങൾ പറയുമ്പോ ആ ചരിത്രത്തിൽ തെളിച്ചത്തോടുകൂടി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ, പച്ചയായ മനുഷ്യന്റെ ഒരു ചെറിയ ചരിത്ര സംഭവമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. എന്ത്? ഈ ആയത്ത് ഖുർആനിലുണ്ടോ? ഈ ആയത്തിന്റെ അർത്ഥം ഇത് തന്നെയാണോ? റബ്ബിന്റെ അടിമക്ക് അല്ലാഹു പോരെ, ഒരു മനുഷ്യൻ അല്ല പോരെ എന്നാണോ ഇതിന്റെ അർത്ഥം? ആണെന്ന് ഉസ്താദ് മറുപടി കൊടുത്തു. ആയത്ത് ഖുർആനിൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു. നമ്പർ റെഡിയാണെന്ന് പറഞ്ഞു, സൂറത്ത് ക്ലിയർ ആണെന്ന് പറഞ്ഞു. എങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞു അത്രേ ആ പണ്ഡിതനോട്, എങ്കിൽ എന്റെ പേര് റാത്തീബിന്റെ ലിസ്റ്റിൽ നിന്ന് എന്റെ പേരങ്ങ് വെട്ടിയേക്ക്. എനിക്ക് എന്റെ റബ്ബ് മതി. ഇനി ഞാൻ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കാനില്ല, മറ്റൊരാളോട് ഇസ്തിഗാസ നടത്താനില്ല. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ സന്തോഷം അറിയുന്ന, എന്റെ സന്താപം അറിയുന്ന, എന്റെ ദുഃഖങ്ങൾ അറിയുന്ന, എന്റെ സന്തോഷങ്ങൾ അറിയുന്ന റബ്ബ് മതി എനിക്ക്. ആ റബ്ബാണ് എന്നെ ജനിപ്പിച്ചത്, ആ റബ്ബാണ് എന്നെ മരിപ്പിക്കുന്നത്, ആ റബ്ബാണ് എന്നെ വിചാരണ ചെയ്യുന്നത്. ആ റബ്ബ് മതി എനിക്ക്. ഓർമ്മണ്ടോ? പതിറ്റാണ്ട് മുമ്പ് പച്ചയായ മനുഷ്യന്മാർ, സ്റ്റേജ് കെട്ടാൻ ആളില്ലാത്ത സമയം, വേദി കെട്ടാൻ ആളില്ലാത്ത സമയം, സൈക്കിളിൽ വന്ന് ചെറിയ കാലം കെട്ടി ഉള്ള ശബ്ദത്തിൽ ആളുകളെ കേൾപ്പിക്കുമ്പോ ഏറുകൊണ്ടവർ, അടികൊണ്ടവർ, അരിച്ചാലിലേക്ക് തള്ളിയിടപ്പെട്ടവർ അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഞങ്ങളെ വേദനിപ്പിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ വേദനിപ്പിക്കാം, നിങ്ങളുടെ പണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ രംഗത്ത് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വാർഡിലെ മെമ്പറാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ബ്ലോക്കിലെ മെമ്പറാക്കാനല്ല സംസാരം. ഏതെങ്കിലും തരത്തിൽ ഒരു MLA ആയി മാറാനല്ല സംസാരം. ഈ സംസാരം എന്തിനാ? മനുഷ്യരെ, നമ്മൾ ഇരുട്ടിലാണ്, നമ്മൾ നന്മയിൽ
നന്മയിലേക്ക് ക്ഷണിക്കാൻ. അതിന് നിങ്ങളുടെ മുമ്പാകെ ഓതിക്കേൽപ്പിക്കുന്നത് ഏതെങ്കിലും കഥപുസ്തകങ്ങളല്ല, റബ്ബിന്റെ സംസാരമാകുന്ന ഖുർആനാണ്. ഇത് ഓതിയതിന്റെ പേരിൽ ഞങ്ങൾ അടിച്ചരിച്ചാലിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ സെയ്ദ് മൗലവി രണ്ടത്താണി അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കെ അടിച്ചരിച്ചാലിലേക്ക് തള്ളിയിട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആസകലം വേദനയായി മുറിവുകൾ സംഭവിച്ചു. അന്നത്തെ സഖാവായ മന്ത്രിയായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായാൽ കടന്നു വന്നിട്ട് ആരാണ് നിങ്ങൾ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോ ഇല്ല, തായിഫിന്റെ മണ്ണിലേക്ക് ഓടിച്ചെന്ന് തായിഫിന്റെ മക്കൾ കല്ലെടുത്ത് വടിയെടുത്ത് കയറെടുത്ത് അടിച്ച് എറിഞ്ഞ് ആട്ടി ഓടിച്ചപ്പോ ക്ഷീണിച്ച് തളർന്ന് ഓടിയ ഞങ്ങളുടെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണിച്ച് തളർന്ന് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ചാരിയിരുന്നപ്പോ ജിബ്രീൽ മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന്, ഓ നബിയേ, തായിഫിന്റെ 2 മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ആ ദുഷ്ടന്മാരായ ഈ പാവപ്പെട്ട കുട്ടികളെ കയറ് കൊടുത്ത് വടികൊടുത്ത് കല്ലുകൊടുത്ത് നിങ്ങൾ ഉപദ്രവിക്കാൻ പറഞ്ഞയച്ച ദുഷ്ടചിന്തയുള്ള തായിഫിന്റെ 2 മലയിടുക്കുകളിൽ താമസിക്കുന്ന ആ മനുഷ്യക്കൂട്ടത്തെ ഒന്നടങ്കം നശിപ്പിക്കാനാണ് സട്ടാവായ റബ്ബിന്റെ ഓർഡർ. താങ്കളുടെ സമ്മതമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കൈയുയർത്തി അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. വേണ്ട റബ്ബേ, വിവരമില്ലാത്തവരാണിവർ, അറിവില്ലാത്തവരാണിവർ, പുറത്തു കൊടുക്കണേ ഈ ജനതയ്ക്ക് എന്ന് പറഞ്ഞ എന്റെ നേതാവാണ് എനിക്ക് മാതൃക. അതുകൊണ്ട് എന്നെ തല്ലിയവരെനിക്കറിയാം, എന്നെ അടിച്ചവരെനിക്കറിയാം, എന്നെ എറിഞ്ഞവരെനിക്കറിയാം. നിങ്ങൾ മന്ത്രിയാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നറിയാം. വേണ്ട, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ പാരമ്പര്യം മറന്നുപോകാൻ ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രബോധകന് സാധ്യമല്ല. എന്തിനാ പറഞ്ഞറിയൂ? ഈ വിഷയം നിങ്ങളെ കേൾപ്പിക്കുമ്പോ അല്ലാഹു അവൻ ആരാണ്, അവൻ പോരെ നമുക്ക് എന്ന് ചോദിക്കുമ്പോ ഇതങ്ങ് പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. ഞാൻ ഹാൻസിനെതിരെ, പാൻപരാഗിനെതിരെ, കള്ളിനെതിരെ, കഞ്ചാവിനെതിരെ, വ്യഭിചാരത്തിനെതിരെ, ചീട്ടുകളിക്കെതിരെ, ദുഷ്കർമ്മങ്ങൾക്കെതിരെ ഒക്കെ അങ്ങനെ സംസാരിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ തൗഹീദിന്റെ മർമ്മഞ്ഞ് ഏതാനും മിനിറ്റ് പറയാൻ പോണത്, അത് പറയുമ്പോ നമ്മുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഉണ്ടാവരുത് സഹോദരങ്ങളെ. എനിക്കെന്തും അനുവദിച്ചു തന്നത് അവനാണ്. ആ ശക്തി, ആ റബ്ബ്. എന്റെ ജീവിതത്തിലേക്ക് ഏത് പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തരാൻ ശക്തിയുള്ളവൻ അവനാണ്. ആ റബ്ബ് കാരുണ്യവാനാണ്. അവനോട് കുതർക്കം നടത്താൻ ആരുമില്ല. അവനോട് റബ്ബേ അങ്ങനെ വേണ്ടെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ദാ റബ്ബ് പറയാ, നിങ്ങളൊരു ഷോപ്പ് നടത്തിയ, ഖുർആനിൽ ഷോപ്പ് നടത്താനൊന്നുമില്ല കേട്ടോ. ഞാൻ പറയാം, ആയത്തോതിട്ട് അർത്ഥം പറഞ്ഞുതരാം. ആദ്യം ഞാൻ എന്റെ വക ദീനിലൊന്നും പറയല്ല, ഒരു ഉദാഹരണം പറയാണ്. എങ്ങനെ? ഒരു ഷോപ്പ് നടത്തുകയാണ്, അതിന് 10 മുതലാളിമാരാണ്. ഷോപ്പിന്റെ 10 മുതലാളിമാർ പരസ്പരം തർക്കിക്കുന്നവരാണ്. ഇയാൾക്ക് ഇയാളെ കണ്ടുകൂടാ, അയാൾക്ക് ഇയാളെ കണ്ടുകൂടാ, പരസ്പരം തർക്കിക്കുന്നവരാണ്. ഇവന്റെ മനസ്സിൽ പോരി വെച്ച് നടക്കുകയാണ്, പകയുണ്ട്. ഇങ്ങനെ പരസ്പരം തർക്കം നടത്തുന്ന മുതലാളിമാരുടെ കീഴിൽ ജോലി ചെയ്യുന്നവന്റെ സ്വസ്ഥതയെ അല്ലാഹു ചോദിക്കുകയാണ്. ഈ ഭൂമി, ഈ പ്രപഞ്ചം, സൂര്യൻ ഉദിപ്പിക്കുന്നത്, സൂര്യൻ അസ്തമിപ്പിക്കുന്നത്, ഓർബിറ്റലുകളിലൂടെ കൃത്യമായി എല്ലാം ചലിപ്പിക്കുന്ന ലോകത്തിന്റെ നാഥനായ സ്രഷ്ടാവ് ആ റബ്ബ്. പ്രിയപ്പെട്ടവരെ, അവനോടത് വേണ്ടെന്ന് പറയാൻ, ഇങ്ങനെയാവണമെന്ന് പറയാൻ, അത് തടുക്കണമെന്ന് പറയാൻ, അത് വേണ്ട എന്ന് നിർദ്ദേശിക്കാൻ ഇല്ല, ആരുമില്ല. അവന്റെ ഇഷ്ടമാണ് എല്ലാം. അവനുണ്ടാകണമെന്ന് പറഞ്ഞാൽ കുൻ, അത് പറയുക മാത്രമേ ആവശ്യമുള്ളൂ. ഫയകുൻ, ഉണ്ടായിത്തീരും. പൊന്നാനിയുടെ പരിസര പ്രദേശത്ത്, എടക്കടിയുടെ പരിസര പ്രദേശത്ത് ഇന്ന് രാത്രി മിഡ് നൈറ്റിൽ ഈ ഭൂതലം ഒന്ന് കുലുങ്ങണമെന്ന്, കുൻ, ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതേ സ്പോട്ടിൽ ആകമാനം കുലുങ്ങി റബ്ബ് ഉദ്ദേശിച്ചവർ മുഴുവനും നശിപ്പിക്കാൻ സെക്കൻഡുകൾ, ആ സെക്കൻഡുകളുടെ മൈനസ് പോയിന്റുകൾ മാത്രം മതി ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബിന്. മറീന ബീച്ചിൽ നഗ്നനൃത്തം നടത്തിയവർ, അർദ്ധനഗ്നരായി ജീവിച്ച് മുന്നോട്ട് പോയവർ, ആ മറീന ബീച്ചിൽ അപ്പുറത്ത് കടലിന്റെ അടിയിൽ ആ ഭൂതലത്തെ കുലുക്കിക്കളഞ്ഞ് 100 അടി ഹൈറ്റിലേക്ക് തിരമാല ഉയർന്ന് 1500 കിലോമീറ്റർ വേഗതയിൽ, അതിവേഗത്തിൽ, മലകണക്ക് പർവ്വതം കണക്ക് എന്താണ് വരുന്നത് എന്ന് ഒരു ഭീകരമായ ശബ്ദത്തോടു കൂടി കടന്നു വന്ന തിരമാലകൾ
മറീന ബീച്ചിൽ കിടക്കുന്ന, മറീന ബീച്ചിൽ രസിക്കുന്ന, മറീന ബീച്ചിൽ രമിക്കുന്ന, മറീന ബീച്ചിൽ അള്ളാഹുവിനെ മറന്ന് നൃത്തമാടുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ ലക്ഷ്യം വെച്ച് പർവ്വതം കണക്കെ തിരമാലകൾ കടന്നു വന്ന് 1500 കിലോമീറ്റർ വേഗതയിൽ ഓടിപ്പാഞ്ഞു വന്ന് മനുഷ്യക്കൂട്ടത്തെ ഒന്നടങ്കം മയ്യത്താക്കി തിരിച്ചു കൊണ്ടുപോയ സുനാമിയുടെ ഓർമ്മയുടെ പിറകോട്ട് താളുകൾ മറിക്കുമ്പോ മറക്കാനാവാത്ത സംഭവമായി എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളത്തിൽ കോറിയിട്ടിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് ഇതാ വരാനിരിക്കുന്ന ഭൂതലത്തെ മുഴുവനും ഒന്നിച്ച് കുലുക്കിക്കളയുന്നതിലേക്കുള്ള സൂചനയാണ് ഈ ഒരു ചെറിയ സുനാമി കൊണ്ട് നമുക്ക് നൽകുന്നത്. ആ റബ്ബ് പറയണെന്താ അറിയോ? എന്താ? എന്നോട് തർക്കിക്കാരുമില്ല, ഞാൻ ഒറ്റക്ക തീരുമാനം എടുക്കുക. എന്റെ കൂടെ ആരും ഒരു ഹെൽപ്പർ വേണ്ട, ഞാൻ ഒറ്റക്ക തീരുമാനം എടുക്കുക. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളയല്ലാത്ത മറ്റേതെങ്കിലും ശക്തികളോട്, വ്യക്തികളോട്, പുണ്യപുഷ്പങ്ങളോട്, പുണ്യചിത്രങ്ങളോട്, ആൽമരങ്ങളോട്, മറ്റെന്തെങ്കിലും സംഭവങ്ങളോട്, വൃക്ഷങ്ങളോട് എന്താവട്ടെ. ഡൽഹിയിൽ ഒരു പശുവിനെ ഓട്ടോറിക്ഷ ഇടിച്ചു. നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ്. റിക്ഷാ ഡ്രൈവർ അടിച്ചരിച്ചാലേക്ക് തള്ളിയിട്ടു. റിക്ഷാ ഡ്രൈവർ അടിച്ചരിച്ചാലേക്ക് തള്ളിയിട്ടു. പശുവിനെ ഒരു വാഹനത്തിൽ കയറ്റി മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെയാണ് അദ്ദേഹം തട്ടിച്ചത്, ഞങ്ങളുടെ ദൈവത്തെയാണ് റിക്ഷ തട്ടിച്ചത്. ഒരു ഓട്ടോറിക്ഷ വരുമ്പോ മാറി നിൽക്കാൻ പറ്റാത്തതാ ദൈവം ആണോ? ബാബയുടെ കാലിന് നീര് വന്നു, വയറിന് അസുഖമായി, ശരീരത്തിന് അസ്വസ്ഥതയായി. ബാബ എന്ന ദൈവത്തെ ചികിത്സിക്കാൻ, ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഡോക്ടർമാർ, മനുഷ്യ ഡോക്ടർമാർ അല്ലേ? ആരെ ചികിത്സിക്കാൻ? മനുഷ്യരുടെ ഭാഷയിൽ ദൈവത്തെ ചികിത്സിക്കാൻ. അമ്മ 55 വയസ്സ് പിറന്നാൾ ആഘോഷിച്ചു. അമ്മയെ കെട്ടിപ്പിടിക്കുന്നവർ, അമ്മക്ക് മുമ്പിൽ നമസ്കരിക്കുന്നവർ, അമ്മക്ക് മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നവർ, അമ്മയേക്കാൾ 5 വയസ്സ് കൂടിയവർ, 10 വയസ്സ് കൂടിയവർ, പ്രായം കുറഞ്ഞവർ, 65കാരി അമ്മയുടെ മുമ്പിൽ അനുഗ്രഹം തേടി ചെല്ലുമ്പോ അമ്മക്ക് 55 വയസ്സ്, അനുഗ്രഹം തേടി ചെല്ലുന്നവൻ 65 വയസ്സ്. ഈ ചെന്നവനേക്കാൾ 10 വയസ്സ് കുറവ് ഓന്റെ പടച്ചോനെ. ഓൻ ജനിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓന്റെ ദൈവം ഉണ്ടായത്. വിരോധാഭാസം. ചിന്തിക്കാൻ പറ്റുന്നില്ല, ആലോചിക്കാൻ പറ്റുന്നില്ല. ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ മുസ്ലിം ഉമ്മത്തെ, ഒരു ഹിന്ദുവിന്റെ വീട്ടിലേക്ക് ഞാൻ കയറുക, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് ഞാൻ കയറുക, കന്യാമറിയം ഇല്ല ഇത് സങ്കല്പ ചിത്രമാണ്, വേണ്ട ഇത് ഒറിജിനൽ ആണെങ്കിലും പറ്റില്ല, നമ്മൾ കന്യാമറിയമിനെ ലോകത്തിന് തന്ന റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മുസൽമാനെ നിനക്ക് പറയാൻ. ഇത് യേശുക്രിസ്തുവിന്റെ സങ്കല്പ ചിത്രം വേണ്ട. അതുകൊണ്ട് യേശുവിനെ ഭൂമിയിലേക്ക് തന്ന, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് തന്ന റബ്ബിനെ ആരാധിക്കണമെന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തെ, പണ്ഡിതന്മാരെ, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഉണ്ടോ? ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഗുരുവായൂരപ്പനെയും ഇൻഷാ അല്ലാഹ് ജംഷീറ ഭാഗത്തേക്ക് വരുമല്ലോ, അവരെ നിങ്ങൾ ആരാധിക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു ഹിന്ദുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഇതാ അപ്പുറത്ത് ഈ റോഡിലൂടെ കടന്നു വരുമ്പോ ഹിന്ദു ചോദിക്കുക, അപ്പുറത്ത് നിങ്ങൾക്ക് കബർ കെട്ടിപ്പൊക്കി ജാറമില്ലേ, ഇപ്പുറത്ത് ജാറമില്ലേ, അതിന്റെ നേർച്ചയുടെ ഒരുക്കങ്ങൾ നടക്കുന്നില്ലേ? അവിടെ നെറ്റിപ്പട്ടം കെട്ടിയ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നിങ്ങളുടെ കബറുമായി ബന്ധപ്പെട്ട് നെറ്റിപ്പട്ടം കെട്ടിയ ആന വരാറില്ലേ? തൃശൂർ ജില്ലയിൽ ചേട്ടുവ നേർച്ചയ്ക്ക് ആനക്ക് മതമിളകിയിട്ടില്ലേ? അവിടെ ഒരു മനുഷ്യനെ കുത്തിക്കൊന്നിട്ടില്ലേ? പുതിയങ്ങാടിയിൽ ആനക്ക് മതമിളകിയിട്ടില്ലേ? നേർച്ചപ്പറമ്പിൽ ആന നെറ്റിപ്പട്ടം കെട്ടി വരാറില്ലേ? വാദ്യമേളങ്ങൾ ഉണ്ടാകാറില്ലേ? അവിടെ മരണക്കിണർ ഉണ്ടാകാറില്ലേ? അവിടെ സർക്കസ് കൂടാരങ്ങൾ ഉണ്ടാകാറില്ലേ? എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം എന്നൊരു ഹിന്ദു തിരിച്ചു ചോദിച്ചാൽ പണ്ഡിതന്മാരെ തലതാഴ്ത്തി നാണിച്ച് ലജ്ജിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഞങ്ങൾ നിർത്തിവച്ചൊരു ബിംബത്തെ ആരാധിക്കുന്നു. നിങ്ങള് ബിംബെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ കബറാളിയോട് പോയി പ്രശ്നങ്ങൾ പറയുന്നു. ഇവര് ദൈവമല്ലാന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളീ വെച്ച ശ്രീരാമനാകട്ടെ, ഗുരുവായൂരപ്പനാകട്ടെ, മറ്റെന്തെങ്കിലും ആളുകളാകട്ടെ, ഇവരൊന്നും പരമേശ്വരനല്ലാന്ന് ഞങ്ങളും പറയുന്നു. നിങ്ങൾ പറയുന്നു അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പാപികളാണ്, റബ്ബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ഇടയാളം മാത്രമാണ് ഇവര് എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളും പറയുന്നു എന്ത്? യഥാർത്ഥ ശക്തിയിലേക്ക് എത്താൻ മുന്നിലൊരു രൂപമില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും ഭക്തിയും കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ രൂപം വെച്ചു. ഇതല്ല ഒറിജിനൽ, ഞങ്ങൾക്കറിയാം എന്ന് ഹിന്ദു പറയുന്നു. മറുപടി എന്താ കൊടുക്കുക? മറുപടി എന്താ കൊടുക്കുക? നിങ്ങൾ പറ, എന്താ മറുപടി കൊടുക്കുക?
മറുപടി കൊടുക്കണ്ടേ? പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമർ അതിലെ 3-ാമത്തെ വചനം, പരിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 18-ാമത്തെ വചനം, പരിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്തു ശുഅറ 74-ാമത്തെ വചനം. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായം ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്തിന്റെ ആ അർത്ഥപരാമർശം വരുന്ന ഭാഗത്തെ മാത്രം കേൾപ്പിക്കട്ടെ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാ, എന്ത് അന്ന് അല്ലാഹയല്ലാത്തവർ ആരാധിച്ചവർ പറഞ്ഞ ന്യായം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹയല്ലാത്തവർ ആരാധിച്ചവർ പറഞ്ഞ ന്യായം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഇത് ഈ ആളുകളെ ഞങ്ങൾ ആരാധിച്ചത് റബ്ബിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. പുതുമന്നാനിയിലേക്ക്, പുത്തൻപള്ളിയിലേക്ക്, അപ്പുറത്ത് മണന്തലെ എന്തൊരു പേരുണ്ടല്ലോ ഇവിടെ, ഞങ്ങോട്ട് വരുമ്പോ കണ്ടു, എവിടേക്ക്? അപ്പുറത്തെ ജാരത്തിലേക്ക് ഇപ്പുറത്തെ ജാരത്തിലേക്ക് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് നടന്നു പോകുക. വളരെ സ്നേഹത്തോടു കൂടി ഉമ്മ നിങ്ങൾ എങ്ങോട്ടാ, ഉപ്പ നിങ്ങൾ എങ്ങോട്ടാ, ചേട്ടാ നിങ്ങൾ എങ്ങോട്ടാ, സഹോദരങ്ങളെ നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ ഇന്ന ജാരത്തിലേക്കാണ്. എന്താണ് അവിടെ? ഞങ്ങൾക്ക് കുറെ പ്രശ്നം ഉണ്ട്, അത് പറയാനാണ്, ആ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാനാണ്. ശരി, എന്തിനാ നിങ്ങൾ അവിടെ പറയുന്നത്? റബ്ബിനോട് പറഞ്ഞാ പോരെ? ഇവര് പടച്ചോനാ? ഇവര് റബ്ബൊന്നുമില്ല, ഇവര് പടച്ചവനുമല്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മൾ പാപം ചെയ്തവരാ, നമ്മൾ കുറ്റം ചെയ്തവരാ, നമ്മൾ പാപികളാണ്. നമ്മളെപ്പോലെ എല്ലാവര് അവര് വലിയ മഹത്തുക്കളാണ്, വലിയ വലിയ നേതാക്കന്മാരാണ്, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദാസന്മാരാണ്. നമ്മുടെ പ്രശ്നം അവരോട് പറഞ്ഞ് അവർ റബ്ബിനോട് പറയും നമ്മുടെ ഇടയാളന്മാരാണ് അവർ എന്ന് പറയുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവര് പറഞ്ഞത് ഇവരോട് ഞങ്ങൾ ആരാധന നടത്താനുള്ള കാരണം ഇവർ ഒരിക്കലും റബ്ബായത് കൊണ്ടല്ല, ഇവരൊരിക്കലും യഥാർത്ഥ ഇലാഹായത് കൊണ്ടല്ല, ഇവരൊരിക്കലും സ്വയം കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചിട്ടല്ല. പിന്നെയോ റബ്ബിലേക്ക് നമ്മൾ അടുപ്പിക്കാനാണ്. ഇത് കേൾക്കണം. ഇവർ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും, അത് കിട്ടാൻ വേണ്ടിട്ടാ. അല്ലാതെ ഇവർ റബ്ബാന്ന് ഞങ്ങൾക്ക് വാദല്ല, ഇവര് പടച്ചോനാന്ന് ഞങ്ങൾക്ക് വാദല്ല, ഇവര് ഖാലിഖാണെന്ന് ഞങ്ങൾക്ക് വാദല്ല, എല്ലാറ്റിനും കഴിവുള്ള റബ്ബാണ് എന്ന് ഞങ്ങൾക്ക് വാദല്ല. പിന്നെയോ റബ്ബിന്റെ അടുത്തേക്ക് നമ്മൾക്ക് വേണ്ടി ശുപാർശ അവർ ചെയ്യും. മൂന്നാമത്തെ ന്യായം എന്താ അറിയോ? എന്താ? വജദിനാ ആബാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ്. നിങ്ങളൊരു സ്ക്വാഡ് വർക്ക് നടത്തി നോക്ക്, സ്നേഹത്തോടെ, ആരും കുറ്റപ്പെടുത്തണ്ട. ഒരു പാവപ്പെട്ട മുസ്ലിമിന്റെ വീട്ടിന്റെ ചെന്നിട്ട്, മോനെ, സുഹൃത്തെ, കാക്ക, ഇവിടുത്തെ പ്രിയപ്പെട്ട വല്യമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജാറത്തിൽ പോയിട്ട് കബറാളിയോട് നിങ്ങൾ പറയല്ലേ, നിങ്ങളുടെ സങ്കടം പറയല്ലേ, നിങ്ങൾ ദുഃഖം പറയല്ലേ, കുട്ടിയുടെ അസുഖം അവിടെ പറയല്ലേ, ഭാര്യയുടെ പ്രശ്നം അവിടെ പറയല്ലേ, ഉമ്മാന്റെ പ്രശ്നം അവിടെ പറയല്ലേ, ജേട്ടന്റെ പ്രശ്നം അവിടെ പറയല്ലേ, റബ്ബിനോട് പറ എന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ്. പിന്നെന്താണെന്നറിയൂ, ജാറത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്, അവര് പറഞ്ഞ ഒരുപാട് സ്ഥാനമുള്ളവരാണ്, അവർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്, അവര് റബ്ബിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അത് മാത്രല്ല, ഞങ്ങളെ വാപ്പയും വല്ലിപ്പൊക്കെ ഇങ്ങനെ ചെയ്തതാ ഞങ്ങൾ കണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ ഒരു 4 കുട്ടികൾ വന്നിട്ട് കുറച്ച് അഭിപ്രായം പറഞ്ഞിട്ട് മാറ്റാൻ ഞങ്ങൾ ഏതായാലും റെഡിയല്ല കേട്ടോ. ഇത് പണ്ടേ ഞങ്ങൾ ചെയ്തു പോരുന്നതാണ്, ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഇടക്കടിയിലൂല്ലേ ഏതോ ഒരു പാവപ്പെട്ട ഉമ്മ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അതിനാ ഞാൻ നമ്പർ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്തു ശുഅറ 74-ാമത്തെ വചനം, 71, 72, 73, 74 ആ വചനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്താ പറഞ്ഞത്? അവരോട് ചോദിച്ചു, ഉപകാരം കിട്ടോ, വല്ല ഉപദ്രവം ഇവർ ചെയ്യോ, ഉപദ്രവം തടുക്കാൻ ഇവർക്ക് കഴിവുണ്ടോ? അന്നത്തെ ആളുകൾ കൊടുത്ത മറുപടി എന്താ അറിയോ? ഖാലു, അവർ പറഞ്ഞു, ബൽ, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. വജദിനാ, ഞങ്ങൾ കണ്ടത്, ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ടത്, കദാലിക യഫ്അലൂൻ, ഇപ്രകാരം ചെയ്യുന്നവരായിട്ടാണ്. വേറൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല, വേറൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ വാപ്പാരും വല്ലിപ്പമാരും വല്ലിമ്മമാരൊക്കെ എങ്ങനെയാണ്? ഉസ്താദുമാരെ, പടച്ചവന്റെ കോടതി മറന്ന്, പണ്ഡിതന്മാരെ, റബ്ബിന്റെ കോടതി മറന്ന്,
സമൂഹത്തെ നയിക്കുന്നവരെ, ഈ സമുദായം നാളെ പരലോകത്ത് നിൽക്കേണ്ട ആ ഗതി ഒരിക്കലും മറന്നുകൊണ്ട് സമുദായത്തെ ചതിച്ചു കളയല്ലേ, സമുദായത്തെ വഞ്ചിച്ചു കളയല്ലേ. നാളെ എനിക്കും നിങ്ങൾക്കുമെതിരെ, ഞാനും നിങ്ങളും ഖുർആനെതിരെ സംസാരിച്ചാൽ പടച്ചവന്റെ ആ പ്രത്യേകമായ കോടതിയിൽ നെഞ്ചിടത്തിലേക്ക് സഹിക്കാനാവാത്ത കൂരമ്പുകൾ തിറച്ച് ആഘാതകർത്തമുള്ള നരകത്തിലേക്ക് ആപതിച്ച് അട്ടഹസിച്ച് വാവിട്ട് കരയേണ്ട ഒരു ദുർഗതിയെ കുറിച്ച് ഓർക്കണേ പണ്ഡിതന്മാരെ എന്ന് മാത്രമാണ് വിനയത്തോടുകൂടി എനിക്ക് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. 3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഇവർ റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും. 2, ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. 3, ഇങ്ങനെയാണ് ഞങ്ങളെ വാപ്പാരൊക്കെ ചെയ്തത്. ഇത് ഷിയാബടക്കറിന്റെ വാദ, ഇത് ഖുർആന്റെ വാദ. ഇത് പറയരുത്, സുന്നി പറയരുത്, മുജാഹിദ് പറയരുത്, ജമാഅത്ത് പറയരുത്, തബ്ലീഗ് പറയരുത്. പാരമ്പര്യമല്ല പ്രശ്നം, പാരമ്പര്യം വേണം. ഏതാ പാരമ്പര്യം? മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ ഇതുണ്ടോ? ഖുൽ, നബിയേ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. കേട്ടോ, ആ റബ്ബിന്റെ കൂടെ ഒന്നിനെയും ഇല്ല പങ്കു ചേർക്കുന്ന പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയൊരു നേതാവ് ഈ ലോകത്ത് വരുമോ? വരൂല. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താ? ഓ നബിയേ, ലഇൻ ശറക്ത, താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമൽ പൊളിഞ്ഞു പോകും. മനസ്സിലാണോ കൂട്ടരെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, ഓ മുഹമ്മദ് നബിയേ, താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ താങ്കളുടെ അമല് പൊളിഞ്ഞങ്ങു പോകും. അറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാന്റെ പ്രഖ്യാപനാണ്. പിന്നെ അതിലും വലിയൊരു മനുഷ്യൻ വരുമോ കൂട്ടരെ? വരുമോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച് സംരക്ഷണം കൊടുത്ത ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് നരകത്തിലാണ്. സംശയമുണ്ടോ? മരിക്കുന്ന ആ സമയത്ത് പോലും മുത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. ജൂതന്റെ കുട്ടിയോട് പറഞ്ഞു ചൊല്ലാൻ. ജൂതന്റെ കുട്ടി വാപ്പാന്റെ അച്ഛന്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കും, മുഹമ്മദ് നബിയുടെ കണ്ണുക്കും നോക്കും. ആ ജൂതന്റെ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, മോനെ മോനെ, അബുൽ ഖാസിം പറഞ്ഞു ചൊല്ലിക്കോ, ചൊല്ലിക്കോ, അബുൽ ഖാസിം പറയുന്ന പോലെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അങ്ങനെ അവര് വിളിക്കുന്ന പേര് അങ്ങനെ പറയാം. ശരി, റസൂലുള്ളാഹി പറയുന്ന പോലെ ചെല്ലാൻ പറഞ്ഞു. കുട്ടി ചൊല്ലി. സന്തോഷത്തിന്റെ കണ്ണുനീർ താടിരോമങ്ങളുടെ കന്തൂറയുടെ നെഞ്ചിടത്തിലേക്ക് ഉതിർന്നു വീണു. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുക, മൂർച്ഛിച്ചിരിക്കുകയാണ് രോഗം. അവസാന ഘട്ടമാണ്, ആർക്കും മനസ്സിലാകുന്ന സമയമാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചൊല്ലി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരലോകത്ത് എനിക്ക് റബ്ബിനോടൊന്ന് പറഞ്ഞോക്കാലോ, എനിക്ക് സംരക്ഷണം തന്നാള്, എനിക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പാടുപെട്ട് പണിയെടുത്ത ആള്, ശത്രുക്കൾ എന്നെ തേടി വന്നപ്പോ എനിക്ക് പ്രൊട്ടക്ഷൻ തന്ന നിങ്ങള് അല്ലേ? ഈ പ്രബോധനം സത്യമാണ്, മുഹമ്മദ് പറയുന്നതാണ് സത്യമെന്ന് എനിക്കറിയാമെന്ന് നാവുകൊണ്ട് ഉച്ചരിച്ച നിങ്ങള് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഇങ്ങനെ നോക്കി ശത്രുക്കളുടെ കണ്ണുകൊക്കെ, കൂടെ പ്രവർത്തിച്ച നേതാക്കന്മാരെ കണ്ണുക്ക് ഇങ്ങനെ നോക്കി അബൂ ത്വാലിബ്. അവരൊക്കെ കണ്ണുകൊണ്ട് ഇങ്ങനെ അട്ടി. അവസാന ഘട്ടത്തില് വാക്കുമാറിയാണ്ടല്ലോ. അബൂ ത്വാലിബ് എന്താ പറഞ്ഞത്? ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഓ നബിയേ, ഓ നബിയേ, നിങ്ങൾ പറയുന്നത് അംഗീകരിച്ച് ഞാൻ മരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ചൊല്ലാന്നല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, അന ഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ്. കണ്ണടച്ചു. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ കരഞ്ഞിട്ട് പറഞ്ഞു, അബൂ ത്വാലിബിനാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ, അബൂ ത്വാലിബിനാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ. അത് തീ കൊണ്ടുള്ള 2 കട്ടയാണ്, ചെരുപ്പാണ്. അതങ്ങനെ തണിഞ്ഞാൽ അബൂ ത്വാലിബ് ആ തീക്കട്ട കാലിൽ വെച്ചാൽ പടച്ചോനെ കുറച്ച് ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റൂല, ഞാൻ നാളെ വെക്കാന്ന് പറയാൻ പറ്റൂല. റബ്ബിന്റെ ഓർഡർ വന്നാൽ ആ തീക്കട്ട കാലിൽ അണിയണം. അതങ്ങ് അണിയുന്നതോടുകൂടി, അതിൽ ചവിട്ടുന്നതോടുകൂടി അബൂ ത്വാലിബിന്റെ തലച്ചോറ് ചീനച്ചട്ടിയിലെ എണ്ണ തിളക്കുന്നത് പോലെ, ഇവിടെ സ്വിച്ചിട്ടാൽ ആ ബൾബ് കത്തുന്നത് പോലെ, ആ തീക്കട്ട കാലിനടിയിൽ വെച്ചാൽ, കാലെടുത്തു വെച്ചാൽ അതേ സ്പോട്ടിൽ അബൂ ത്വാലിബിന്റെ തലച്ചോറ് ചീനച്ചട്ടിയിലെ എണ്ണ തിളക്കുന്നത് പോലെ തിളച്ചു മറിയുമെന്ന് പറഞ്ഞത് നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു
ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അല്ലാ, ലോകത്തിന്റെ റബ്ബേ, സൃഷ്ടാവായ റബ്ബേ, അഗാധഗർത്തമുള്ള നരകത്തിന്റെ ഒരു കോർണറിൽ ഞങ്ങളെ പെടുത്തിക്കളയല്ല നാഥ. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചാൻസ് കൊണ്ട് റബ്ബേ, കൈ കൊടുത്ത സഹാബത്ത്, കാല് കൊടുത്ത സഹാബത്ത്, കണ്ണു കൊടുത്ത സഹാബത്ത്, ചെവി എറിഞ്ഞെടുത്ത വേദനയോടുകൂടി ജീവിച്ചു മരിക്കേണ്ടി വന്ന സഹാബത്ത്, ആ അറ്റുപോയ കാലിന് പകരം, മുറിച്ചു മാറ്റിയ കൈകൾക്ക് പകരം, ചുഴുന്നെടുത്ത കണ്ണുകൾക്ക് പകരം, അരിഞ്ഞെടുത്ത ചെവിക്ക് പകരം, ചെത്തിയെടുത്ത മൂക്കിന് പകരം, കൊടൽമാലകൾ രണാങ്കണത്തിൽ, യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മണൽത്തരികളുമായി പിടഞ്ഞതിന് പകരം, കടുത്ത് മുറിച്ച് തലഭാഗം ദൂരേക്ക് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ ഞാൻ മരിക്കേണ്ടി വന്നതിന് പകരം റബ്ബേ, ഈ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ചാൻസ് കൊണ്ട് റബ്ബേ, ഒരു ചാൻസ് കൊണ്ട് റബ്ബേ, ഒരു ചാൻസ് കൊണ്ട് റബ്ബേ എന്ന് സഹാബത്ത് നാളെയുടെ ലോകത്ത് പരലോകത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു പറയുമ്പോ, ഇല്ല സഹോദരങ്ങളെ, ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സമയത്ത്, ആരും നമുക്ക് ശുപാർശകനായി വരാനില്ലാത്ത സമയത്ത്, ആരും നമുക്ക് ജാമ്യം പറയാനില്ലാത്ത സമയത്ത്, തന്റെ അമല് റബ്ബിന്റെ തൃപ്തിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അപാരമായ റഹ്മത്ത് എന്നെ ചുട്ടിപ്പൊതിഞ്ഞ് സ്വർഗമെന്ന ഒരിക്കലും വിശദീകരിക്കാനാവാത്ത ലോകത്തേക്ക് എന്നെ ആനയിച്ച് കൊണ്ടുപോകുന്ന ആ സ്വർഗത്തിലിടം കിട്ടാൻ എന്താ വേണ്ടത്? തൗഹീദ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇത് പറയുമ്പോ പ്രയാസം തോന്നുന്നുണ്ടോ? ആ പ്രയാസം ഉണ്ടാവണം. അത് ഈമാനിന്റെ അടയാളട്ടോ. ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ വേദന തോന്നണം. ഞാനിവിടെ രാക്കഥ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്റെ ഇഷ്ടപ്രകാരം ഒരു വ്യാഖ്യാനവും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്ക് സാധ്യവുമല്ല. അള്ളാന്റെ കലാമാ പറയുന്നത്, റബ്ബിന്റെ ഖുർആനാ പറയുന്നത്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാ പറഞ്ഞത്. മൻ, ഹദീസ് കേട്ടോളൂ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. സുബ്ഹാനല്ലാഹ്. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅ ദഖലൻ നാറ. അർത്ഥം മനസ്സിലായോ സുഹൃത്തുക്കളെ? അതിനർത്ഥം എന്താ അറിയോ? വേഗത്തിൽ മനസ്സിലാവും. ആരെങ്കിലും ഒരാൾ മരിക്കുകയാണ്, മരിച്ചു ഇന്നലെ, മരിച്ചു മിനിഞ്ഞാൻ, 10,000 ലക്ഷക്കണക്കിന് ആളുകൾ, 700 ചില്ലാൻ കോടി മനുഷ്യരിൽ ഇന്ന് ഒരുപാട് ആളുകൾ മരിച്ചു. ഒരുപാട് ആളുകൾ ഭൂതലത്തിലേക്ക് പുതിയ മക്കളായി ജനിച്ചു. ആവട്ടെ, വിഷയമതല്ല. ആരെങ്കിലും ഒരാൾ മരിച്ചത് റബ്ബിൽ ശിർക്ക് വെക്കാതെയാണെങ്കിൽ, റബ്ബേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം ബദരീങ്ങളെ എന്നെ കാക്കണേ എന്ന് പറയാതെയാണ് മരിച്ചത്. മമ്പറന്തങ്ങളെ എന്നെ രക്ഷിക്കണേ എന്ന് പറയാതെയാണ് മരിച്ചത്. ആ അജ്മീരിലെ, നാഗൂരിലെ, മുത്തുപ്പേട്ടയിലെ ഏതെങ്കിലും, തിരുവനന്തപുരത്തെ ഭീമാവുമ്മാച്ചയെ, അങ്ങ് കടുവാപ്പള്ളിയിൽ, തൃശ്ശൂരിലെ അപ്പുറത്ത്, അങ്ങനെ ഓരോ ജില്ലയിൽ, എടപ്പാളിലെ ഹൈവേയുടെ ഓരത്ത് കിടക്കുന്ന, റോഡ് സൈഡിൽ കിടക്കുന്ന ജാറത്തിന്റെ അടുത്ത്, ഇങ്ങ് കുഞ്ഞിപ്പള്ളിയിൽ, കോഴിക്കോട് അപ്പവാടി നേർച്ചപ്പള്ളിയിലെ ഷെയ്ഖിന്റെ അടുത്ത്, കാസർഗോഡ് ജില്ലയിലെ 19 ശുഹദാക്കളുടെ നേർച്ചപ്പള്ളിന്റെ അടുത്ത് ചെന്ന് അവരാരും മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എനിക്കവരെ പറ്റി അറിയില്ല. ദീപായുടെ വ്യക്തിത്വത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹവും എനിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, അവരോട് പോയി എന്റെ പ്രശ്നം മാറ്റണേ എന്ന് നിങ്ങൾ ഒറ്റത്തവണ പറഞ്ഞാൽ, ബദരീങ്ങളെ, തൗഹീദിന് വേണ്ടി ജീവിച്ചു മരിച്ചവർ, യുദ്ധത്തിലേർപ്പെട്ടവർ, ആ ബദരീങ്ങൾ, അതിന്റെ നേതാവാകുന്ന ഹബീബുന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാ ബദരീങ്ങള്. ബദർ യുദ്ധത്തിൽ ശത്രുക്കള് ഏറ്റുമുട്ടി, 300 ചില്ലാൻ ആള്, 1000-ഓളം വരുന്ന സൈന്യം. അവിടെ പടക്കോപ്പ്, കുതിര, ഒട്ടകം, വാള്, കുന്തം എല്ലാം. ഇവിടെ ഒന്നുമില്ല. മൂർച്ചയില്ലാത്ത വാളുകൾ, ഒട്ടകങ്ങൾ ഏറെയില്ല, കുതിരകൾ ഏറെയില്ല. ആദർശത്തിന്റെ തൗഹീദിന്റെ കരുത്ത്, മനസ്സ് നിറയെ ഈമാൻ, വയറ്റിൽ ഭക്ഷണമില്ല. പക്ഷേ ആദർശബോധത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ ഒരു ആത്മവീര്യത്തോടുകൂടി 1000-ഓളം വരുന്ന സൈന്യവുമായി ഏറ്റുമുട്ടുന്നതിന് മുമ്പ് കാൽമുട്ടുകൾ നിലത്ത് കുത്തിവെച്ച് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കച്ചത്തിന്റെ വെള്ള കാണുമാറ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ച് കളഞ്ഞാൽ, ലൻ തുഅബദ ഫിൽ അർളി അബദാ, ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കൂലാരും. കാരണം ഞങ്ങൾക്ക് മാത്രമേ തൗഹീദുള്ളൂ റബ്ബേ. ഞങ്ങളെ ഈ ശത്രുക്കളുടെ വാളുകൊണ്ട് കൊല്ലല്ല നാദാ, ശത്രുക്കളുടെ ആയുധം കൊണ്ട് ഞങ്ങളെ റബ്ബേ ഒരിക്കലും വകവരുത്തി കളയല്ല റബ്ബേ. തൗഹീദുള്ള, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പൊ അബൂജഹൽ ചെയ്ത പണി എന്താ? കഅബാലയം, അള്ളാഹിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ കഅബാലയത്തിന്റെ കില്ലങ്ങോട്ട് പിടിച്ചു. പുറപ്പെടുന്നതിന് മുമ്പേ, യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ കഅബാലയത്തിൽ ചെന്നിട്ട് കഅബാലയത്തിന്റെ കില്ലങ്ങ് പിടിച്ചു.
പിടിച്ചിട്ട് അബൂജഹൽ പറഞ്ഞെന്താ അറിയോ? അല്ലാഹുമ്മ 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 അൻസുർ അഹദൽ ജുൻദൈൻ. അല്ലാഹ്, രണ്ട് സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പോവുക, ഏറ്റുമുട്ടാൻ പോവുക, അതിലൊരു ടീമിനെ ജയിപ്പിക്കണം. അബൂജഹൽ ആരോടാ പറഞ്ഞേ? അല്ലാഹുവോട്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പറഞ്ഞത്? അല്ലാഹുവോട്. അബൂജഹൽ മുശ്രിക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ നേതാവ്. പിന്നെന്താ പ്രശ്നം? അബൂജഹൽ വലിയ വലിയ പ്രശ്നമൊക്കെ വരുമ്പോൾ അല്ലാഹുവോട് പറയും, ചെറിയ ചെറിയ പ്രശ്നമൊക്കെ വന്നാൽ അല്ലാഹുവിനെ വിടും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രശ്നം വന്നാലും ചെറിയ പ്രശ്നം വന്നാലും ഇടക്കുള്ള പ്രശ്നം വന്നാലും അറ്റത്തുള്ള പ്രശ്നം വന്നാലും അപ്പുറത്തുള്ള പ്രശ്നം വന്നാലും അല്ലാഹ് മാത്രം. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലോ മുശ്രിക്കുകളുടെ നേതാവ്. കപ്പലിങ്ങനെ ആടുകയാണ്, രക്ഷയില്ലാന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു അബൂജഹലും ടീമും, ഇപ്പൊ അല്ലാഹനെ മാത്രം വിളിച്ചോളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല. ഫഇദാ റകിബു ഫിൽ ഫുൽകി ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കം റബ്ബിന് മാത്രം സമർപ്പിച്ച് അബൂജഹലും ടീമും മുശ്രിക്കുകളായ ആളുകൾ, അബൂജഹലും മുശ്രിക്കുകൾ ടീമൊന്നും ആയില്ലട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. ഖുർആനിൽ എന്താ പറഞ്ഞ? അവരാരാന്ന് മറിച്ച് നോക്കിയാൽ കിട്ടും, അതിന് വ്യാഖ്യാനം നോക്കിയാൽ കിട്ടും. അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ വേറെ ആയത്ത് പറഞ്ഞു, ഇങ്ങനെ മുന്ന് മൂടി തിരമാലകൾ അടിച്ച് അവരെ കപ്പൽ ആടാൻ തുടങ്ങിയാൽ അപ്പൊ വിളിക്കാരോ? ദഅവുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ, ദഅവുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കം അല്ലാഹുവിന് മാത്രം സമർപ്പിച്ച ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനോട് മാത്രം ആര്? മുശ്രിക്കുകൾ. കപ്പലിൽ നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് രക്ഷപ്പെട്ട് കരയിലെത്തിയാലോ? കടലിൽ നിന്ന് കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തി കൊടുത്താൽ ഇദാഹും യുശ്രികൂൻ, വീണ്ടും അവർ ശിർക്ക് ചെയ്യുന്നവരായി മാറും. ഖുർആൻ. പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നപ്പോ കോലം മാറി. അറിയോ? ആവശ്യം നടക്കുന്നവരെ കപ്പലിൽ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങിയപ്പോ അല്ലാ അല്ലാ അല്ലാ. ഇനി ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തല്ലോ. നമ്മൾ ഇതിലൊരു ബസ് പോവുക, ഇടക്കടിയിലൂടെ ഒരു ബസ് പോവുക. ആ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു ബസിന്റെ കൺട്രോൾ പോയിട്ടുണ്ട്, സ്റ്റെയറിംഗ് ജാം ആയിട്ടുണ്ട്, എനിക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചെറിയ ഇറക്കുണ്ട്, എല്ലാരും ഒന്ന് സൂക്ഷിച്ച് പിടിച്ചോളി. ആ ബസിന്റെ ഉള്ളിൽ നിന്ന് എന്താ കേൾക്കാരോ? വിളി, ബദരീങ്ങളെ കാക്കണേ, മമ്പരന്തങ്ങളെ കാക്കണേ. ഈ പരിസരത്ത് അപ്പുറത്തപ്പുറത്ത് കിടക്കുന്ന ജാറത്ത് കിടക്കുന്ന ഷെയ്ഖ് ബീമാരൊക്കെ വിളിക്കും. ഹിന്ദുക്കൾ ചിലപ്പോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ശ്രീരാമ രക്ഷിക്കണേ, ശ്രീനാരായണ ഗുരുവെ രക്ഷിക്കണേ, അല്ലെ ശ്രീകൃഷ്ണ രക്ഷിക്കണേ, എന്താ പറയും? മനസ്സിലാണ്ടോ? കന്യാമറിയമേ രക്ഷിക്കണേ, യേശു ക്രിസ്തുവേ കാക്കണേ, ഒക്കെ വിളികൾ. അവിടെ ദൈവമേ രക്ഷിക്കണേ. ദൈവം അള്ളാന്റെ കറക്റ്റ് പദല്ല കേട്ടോ. അങ്ങനെ വിളിക്കുന്നവരുണ്ടാവാം. അവനെ തെറ്റാന്ന് പറയാൻ പറ്റില്ല. ആ ശക്തിയെ കുറിച്ചാണ് അവൻ വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. വിളിക്കേണ്ടത് അള്ളാഹുവേ കാക്കണേ എന്ന് പറഞ്ഞ ഒരാൾ. ആ ബസ്സിൽ അബൂജഹൽ ഉണ്ടെന്ന് വിചാരിച്ചോളി നിങ്ങൾ കേട്ടോ. അബൂജഹൽ എന്താ വിളിക്കാരോ? പടച്ചോനെ കാക്കണേ, അള്ളാ രക്ഷിക്കണേ. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല അബൂജഹലിന്റെ ടീം ആരാന്ന്? മനസ്സിലാണ്ടോ? എന്തിനാണ് പറഞ്ഞത്? അബൂജഹൽ ഇപ്പൊ ഏതായാലും ഈ ഇടക്കരയിലൂടെ പോകില്ല എന്ന് ഉറപ്പാണ്. പിന്നെ എന്താ പ്രശ്നം? അബൂജഹൽ രക്ഷയില്ലാന്ന് കണ്ടാൽ, കുടുങ്ങിയാൽ, ഗതിമുട്ടിയാൽ അബൂജഹൽ വിളിച്ചത് അല്ലാഹ് എന്നാണ്. നമ്മളോ വലിയ വലിയ പ്രശ്നമൊക്കെ ജാറത്തില്, വലിയ വലിയ പ്രശ്നമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട തങ്ങന്മാരുടെ കബറിന്റെ അടുത്ത്, ബീവിമാരുടെ കബറിന്റെ അടുത്ത്, ചെറിയ ചെറിയ പ്രശ്നം, ലോക്കൽ പ്രശ്നങ്ങളൊക്കെ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ശിർക്കിൽ നമ്മൾ കടുത്തു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ് കേട്ടോ. ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. ഞാൻ ഒരു ഉസ്താദിന്റെ പേര് പറയില്ല. ഒരു ഉസ്താദ് പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? അത് നിങ്ങൾ അങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം KSRTC ബസ്സും ബെൻസ് കാറും തമ്മിലുള്ള വ്യത്യാസം പോലെ കണക്കാക്കിയാൽ മതി എന്നാ പറഞ്ഞത്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു മാപ്പ് കൊടുക്കുമാറാകട്ടെ. ഒരിക്കലും ഉദാഹരിക്കാൻ പറ്റാത്ത ഉപമകൾ ഈ റബ്ബിന്റെ വഹ്ദാനിയത്ത് വിശദീകരിക്കുന്ന ഭാഗത്ത് വെച്ചുപോയവർക്ക് അല്ലാഹ് മാപ്പ് കൊടുക്കട്ടെ. ശരി, അപ്പൊ എന്താ പറഞ്ഞത് സുഹൃത്തുക്കളെ? ഇതാ അല്ലാഹ് അല്ലാത്ത ഒരാളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, അവിടെ വരെ നേർച്ചയാക്കിയാൽ, അവിടെ വരെ സത്യം ചെയ്താൽ പോയി കാര്യം. നമ്മൾ വിളിക്കുന്ന ആരെ അറിയോ? തൗഹീദിന് വേണ്ടി മരിച്ചു പണിയെടുത്ത, പടവരുതിയവർ, മരിച്ചു വീണവർ, അതിൽ പങ്കെടുത്തവർ, അവരെ നമ്മൾ വിളിക്കുന്നത്. ഒരൊറ്റ തവണ വിളിച്ചാൽ ഇനി വേറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരൊറ്റ തവണ മമ്പർത്ത തങ്ങളെ രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ നിങ്ങൾക്ക്
ഭയങ്കര ദേഷ്യം തോന്നിയാലും ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം എന്നതുകൊണ്ട് നിങ്ങൾ എന്റെ കഴുത്ത് മുറിച്ച് രണ്ടാക്കിയാൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് തറപ്പിച്ച് ഉറപ്പിച്ച് വളരെ വ്യക്തമാക്കി പറയാം. ഒരൊറ്റ തവണ, രണ്ടാമതൊരു തവണ വേണ്ട, ഒരൊറ്റ തവണ ബദരീങ്ങളെ കാക്കണേ, മമ്പറന്തങ്ങളെ രക്ഷിക്കണേ, മുനമ്പത്തി ബീവിയെ കാക്കണേ, ഏർവാടിയിലുള്ളവരെ, നാഗൂരിലുള്ളവരെ, അജ്മീരിലുള്ളവരെ, ഉത്തപ്പേട്ടയിലുള്ളവരെ, ലോകത്തിന്റെ നാനാഭാഗത്ത് കിടക്കുന്ന അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, സിദ്ദീഖുകളെ, ശുഹദാക്കളെ, എന്നെ രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി ഒരൊറ്റ തവണ വിളിച്ചു പ്രാർത്ഥിച്ചു പോയാൽ, തൗബ ചെയ്യാൻ സമയം കിട്ടാതെ മരിച്ചാൽ നരകമുറപ്പ്, നരകമുറപ്പ്, നരകമുറപ്പ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ല, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ, എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർത്ത് മരിച്ചാൽ ദഖലൻ നാറ, നരകമുറപ്പായി. അതുകൊണ്ടാണ് കൂട്ടരെ തൗഹീദ് പ്രസംഗം നടത്തുന്നിടത്തൊക്കെ ഇത് ഗൗരവത്തിൽ പറയുന്നത് കേട്ടോ. ഒരു അന്തങ്ങനെ നടന്നു പോവുകയാണ്, അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, കെട്ടിയിട്ടില്ലാത്ത കിണറാണ്, അയാളെ കയ്യിൽ വടിയില്ല, അയാൾ ഇങ്ങനെ കാല് വെച്ച് പോവുകയാണ്. ഇപ്പൊ ആ കിണറിലേക്ക് അയാൾ വീടുന്ന് കണ്ടിട്ട് അത് പറയാതെ ഒരു ചങ്ങാതി ഇങ്ങനെ നോക്കി, ഇങ്ങോട്ട് അതാ കടന്ന് വീണു. എല്ലാരും ഓടിക്കൂടി അയാളെ കിണറ്റിൽ കൊണ്ട് കയറ്റാണ്. അപ്പൊ ഈ നോക്കിന്ന ചങ്ങായി പറയാണ്, ഞാൻ കണ്ടിരുന്ന അയാൾ ഇങ്ങനെ വരുന്നത്, ഞാൻ ഇപ്പൊ വീഴും, അവസാനം വീണ രംഗമൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാ നിങ്ങൾ എന്താ ചെയ്യാ? അയാളെ എന്താ ചെയ്യാ? മനുഷ്യ ലോകം ഖബറിൽ പോയി അല്ലാഹ് അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നത് കാണുകയാണ് നമ്മൾ. അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം തങ്ങളെ എന്ന് വിളിച്ച് നബിയോട് പ്രാർത്ഥിക്കുന്നത് കാണുകയാണ് നമ്മള്. എത്ര ദൂരത്ത് നിന്ന് വന്നതാണ് തങ്ങളെ, എത്ര സമയമായി വന്നിട്ട് തങ്ങളെ, എത്ര ദൂരത്ത് നിന്ന് വന്നതാണ് തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന തങ്ങളെ, സ്വർഗം വാങ്ങിത്തരണേ തങ്ങളെ, അമലില്ല തങ്ങളെ എന്ന് പറയുന്നത് കേൾക്കണം നമ്മള്. നമ്മൾ മിണ്ടണില്ല. പച്ചയായി മനുഷ്യർ തെറ്റിട കണ്ടിട്ട് നമ്മൾ മിണ്ടണില്ല. അത് സ്നേഹ ആണോ? അത് സ്നേഹമാണോ? നിങ്ങൾ ആലോചിക്ക്. അത് തെറ്റാണെന്ന് പറയലല്ലേ മനുഷ്യരെ ധാർമ്മികത? അത് ശരിയല്ലെന്ന് പഠിപ്പിക്കലല്ലേ മനുഷ്യരെ നമ്മുടെ ഉത്തരവാദിത്വം? അല്ലേ? മനുഷ്യ, കണ്ണ് കാണാത്ത മനുഷ്യ, പോകല്ലേ അങ്ങോട്ട്, അവിടെ ഒരു പൊട്ടക്കിണറുണ്ട് എന്ന് പറയാ. ഇത് പൊട്ടക്കിണറല്ല, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം, അഗാധഗർത്തമുള്ള നരകം. ഒരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ ആ കല്ല് നരകത്തിന്റെ അടിയിൽ പോയി തട്ടാൽ 70 കൊല്ലം. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റബ്ബേ. ഒരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ ആ കല്ല് നരകത്തിന്റെ അടിയിൽ പോയി തട്ടാൽ 70 കൊല്ലം. ഈ നരകത്തിലേക്ക് നടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്തിനെ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ പോകല്ലേ എന്ന് പറയാൻ അവകാശമില്ലെങ്കിൽ ഈ മതേതരത്വ രാജ്യത്തിൽ എന്തിനാണ് അവകാശമുള്ളത്? ഈ അഗാധഗർത്തമുള്ള നരകത്തിലേക്ക് നടന്നു പോകുന്ന മനുഷ്യ കൂട്ടത്തെ കണ്ടിട്ട് അരുത്, ചെയ്യല്ലേ എന്ന് പറയാൻ അധികാരമില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള ഫ്രീഡമുള്ള നാട്ടിൽ നമുക്ക് എന്തിനാണ് അധികാരമുള്ളത്? ആ അധികാരം ഏറ്റവും മുതൽ അനുവദിച്ചു തന്ന മതേതരത്വ രാജ്യമാകുന്ന ഭാരതത്തിന്റെ മണ്ണിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് തൂലിക കൊണ്ട് എഴുതി പിടിപ്പിക്കുന്ന ഈ അതിമനോഹരമായ കേരളത്തിന്റെ മണ്ണിൽ ഈ സത്യം പറയാതെ നാം എന്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യ? ഈ സത്യമാണ് നമ്മൾ മനുഷ്യരോട് ആദ്യം പറയേണ്ടത്, അല്ലേ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ് ആയത്ത്. ശിർക്ക് അല്ലാഹുവിൽ വെച്ചാൽ അത് റബ്ബ് പൊറുക്കില്ല. അതല്ലാത്തതെന്തും റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് റബ്ബുൽ ആലമീനായ നാഥൻ പ്രഖ്യാപിക്കുന്ന അതിമനോഹരമായ ആയത്ത് കേൾക്കാതെ പോകല്ല മനുഷ്യരെ. അല്ലാത്തവരോട് എന്റെ സമയം അവസാനിക്കുകയാണ്. അല്ലാത്തവരോട്, റബ്ബല്ലാത്തവരോട് കൂട്ടരെ നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ചിന്തിക്ക്. എങ്ങനെ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചു പോകുന്നവന്റെ ഉപമ ഏതുപോലെ എന്ന് നിങ്ങൾക്കറിയുമോ? ഇവിടെ അപ്പുറത്ത് വലിയൊരു കുടിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് കൈനീട്ടി വെള്ളം വന്ന് വെള്ളം കിട്ടാൻ ബക്കറ്റോ കയറോ മോട്ടോർ സംവിധാനങ്ങളോ പൈപ്പുകളോ ഇല്ലാതെ ഒരു മനുഷ്യൻ ഒരു കിണറിന്റെ കരയിൽ ചെന്ന് നിന്ന് വെള്ളം എന്ന് പറയുന്നവരെ പോലെയാണ്. ഖുർആൻ പറയുന്ന ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മഹ് ലിയബ്ലുഗ ഫഹ് വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. എത്ര എളുപ്പമാണ് മനസ്സിലാക്കാൻ. അല്ലാഹ് എല്ലാത്തോട് പ്രാർത്ഥിക്കുന്നവന്റെ ഉപമ എങ്ങനെയെന്നറിയോ? വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് വെള്ളം വായിലെത്താൻ വിചാരിക്കുന്ന പോലെയാണ്.
വെള്ളത്തിലേക്ക് കൈനീട്ടിട്ടേ വെള്ളം വായിലെത്തണമെന്ന് വിചാരിച്ചവനെ പോലെയാണ്. അള്ളേ പറയുന്നത് എത്തൂലാൻ. പിന്നെ ഞാനും ഉസ്താദുമാരൊക്കെ പട കൂടിയിട്ട് എത്തുന്ന തന്നെ എത്തുവോ? അള്ള പറയും എത്തൂലാൻ. റബ്ബ പറയണത് എത്തൂലാൻ. നിങ്ങൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് നോക്കിയിട്ട് വായിൽ വെള്ളം എത്താൻ വേണ്ടി കൈ നീട്ടിയാല് വെള്ളം നിങ്ങളുടെ വായിലെത്തൂല. അതുകൊണ്ട് സത്യനിഷേധികളുടെ ദുആ വഴികളിലല്ലാതെ മറ്റൊന്നിലുമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ കേൾക്കൂല. നമ്മുടെ ഖബറിൽ ഇഷ്ടംപോലെ ധാരാളം ഖബറുകളില്ലേ, അവിടെ ചെന്നിട്ട് നമുക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോളി. ഖബർ കിടക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് റബ്ബ് ഇച്ഛിക്കുന്നത് പോലെ ആ സലാമുകൾ അവർക്ക് എത്തിക്കുന്ന വിധത്തെ പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. അവരോട് പറയാണ് എന്ത്? അസ്സലാമു അലൈക്കും. അവർക്ക് സലാം പറയണം. നിങ്ങൾ മുമ്പേ പോയവരാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരികയാണ്. ഇതാ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തിച്ചേരും അല്ലേ. നോക്കൂ സുഹൃത്തുക്കളെ, എത്ര മനോഹരമാണ് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസ്. ആ ഖബറാളി സുഹൃത്തുക്കളെ തെറ്റിപ്പോകുന്ന ഏറ്റവും വലിയ രംഗം അവിടെയാണ്. ഇവിടെ ജാറങ്ങളുണ്ട്, ജാറം പൊളിച്ചു നീക്കണം. സുബ്ഹാനല്ലാഹ്, അവിടെ കട്ട് ചെയ്തിട്ട് ക്ലിപ്പാക്കരുത് കേട്ടോ. ജാറം പൊളിക്കണം. ആര്? ഉണ്ടാക്കിയവർ. അപ്പൊ വർഗീയതല്ല, തീവ്രവാദമല്ല, സ്ട്രോങ് ഇല്ല. മനസ്സിലുണ്ടോ? ജാറം പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാല് പ്രശ്നമാണ്. ബാക്കി കൂടി കേൾക്കണം. എന്താണ്? ഉണ്ടാക്കിയവർ പൊളിക്കണം. എന്തിനാ പൊളിക്കണത്? റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം, ദീനിനോടുള്ള മഹബ്ബത്ത്, അടങ്ങാത്ത പ്രേമം, അടങ്ങാത്ത ഇഷ്ടം. കാരണം എന്താ അറിയോ? മരിക്കുന്നന്ന് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അന്ന് പോലും പറഞ്ഞു. എനിക്ക് മഹാത്ഭുതം തോന്നാണ്. ഞാൻ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നുന്നു, മഹാത്ഭുതം തോന്നുന്നു. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കൊണ്ടാണ് മുദ്രാവാക്യം. റസൂലുള്ള പറയാണ്, റോഡിലെ മുള്ള് ഉപദ്രവങ്ങൾ നിങ്ങൾ നീക്കിയാൽ അത് ജിഹാദാണ്. നമ്മൾ ആംബുലൻസിനെ വരെ ബ്ലോക്ക് ആക്കിയിട്ട് റസൂലുള്ളാഹിനുള്ള ഇഷ്ടത്തിന്റെ മുദ്രാവാക്യം വിളിക്കുകയാണ്. മനസ്സിലാണ്ടോ? റോഡിലൊരു മുള്ളു നീക്കിയാൽ കൂലിട്ടു, റോഡിലൊരു ഉപദ്രവം നീക്കിയാൽ കൂലിട്ടു, ഒരു കല്ലട കിടക്കുന്ന സൈഡ് കിട്ടാ കൂലിട്ടു. ആംബുലൻസ് വരെ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മള് മുദ്രാവാക്യം വിളിക്കുക. ആംബുലൻസിൽ കിടക്കുന്ന രോഗിയായ ഹിന്ദു, ആംബുലൻസിലെ രോഗിയായ ക്രിസ്ത്യാനി, കൂടെ നിൽക്കുന്നവർ ചെങ്ങാതിമാരുടെ നബി എന്ന് പ്രാഗി പറഞ്ഞാൽ ആരാ ഉത്തരവാദി? ആരാ ഉത്തരവാദി? ചിന്തിച്ചോളി. കോൽക്കളി റോട്ടിലോ ദഫ്മുട്ട് റോട്ടിലോ നിങ്ങൾ ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം എന്തായോ? റസൂലുള്ള പറഞ്ഞ പോലെ ജീവിക്കുക. ദാ ഖബർ നിങ്ങൾ ഒരു ചാൺ ഉയർത്താൻ പാടുള്ളൂ. റസൂലുള്ളാഹിന്റെ ഖബർ എത്ര ഉയരണ്ട്? ജാബിർ റളിയല്ലാഹു പറഞ്ഞു കേട്ടോ, റസൂലുള്ളാഹിന്റെ ഖബറിനെ കുറിച്ച് റുഫിഅ ഖബറുഹു, റസൂലുള്ളാഹിന്റെ ഖബർ ഉയർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബർ ഉയർത്തിയിട്ടുണ്ട് നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണ്. അതിന്റെ എതിര് ഒരു അഭിപ്രായം ഹദീസിലുണ്ടോ? റസൂലുള്ളാഹിന്റെ ഖബർ ഒരടി ഉണ്ടായിരുന്നു, 3 അടി ഉണ്ടായിരുന്നു, 4 അടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖബർ എന്ന് പറഞ്ഞിട്ട് പച്ച ചിത്രം നമ്മൾ കൊടുക്കാറുണ്ട്. പടച്ചവനെ റബ്ബേ പുറത്തു കൊടുക്കണേ ഈ സമുദായത്തിന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറാന്നും പറഞ്ഞിട്ട് ഒരു ഖബറ് 10 റുപ്യക്കും 20 റുപ്യക്കും 40 റുപ്യക്കും 100 റുപ്യക്കും വിൽക്കുക, അങ്ങനെ ഒരു സംഭവേ ഇല്ല. ഹജ്ജിന് പോയ സുന്നികൾ, മുജാഹിദുകൾ, സമസ്തക്കാർ, ജമാഅത്തുകാർ, തബ്ലീഗുകൾ, നിങ്ങൾ അടുത്ത കൊല്ലം പോകുമ്പോ ഒന്ന് നോക്കിക്കോ, നോക്കിയാൽ കാണുന്നില്ല. ഒരു കർട്ട എങ്ങനെ കാണാം? ആ കർട്ട നീക്കാൻ സമ്മതിക്കോ? നീക്കാൻ സമ്മതിക്കൂല. ഇനി നീക്കാൻ സമ്മതിച്ചു വിചാരിച്ചോ, ഒരു വടിയൊക്കെ ഇട്ട് നീക്കി എന്നാ ചുമര്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണതേ, അതിന്റെ ചുമരാ കാണാൻ, അതിന്റെ ഉള്ളിലാ ഖബറ്. ആ ഖബറിനെ കുറിച്ച് കണ്ട സഹാബികൾ എഴുതി വെച്ചാൽ എന്താണ്? റുഫിഅ ഖബറുഹു, അവിടുത്തെ ഖബർ ഉയർത്തിയിട്ടുണ്ട്. എത്ര? നഹ്വം മിൻ ശിബ്ർ. ഇനി റസൂലുള്ളാഹിന്റെ കൽപ്പന എന്താ? നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, നിരോധിച്ചു. എന്താ നിരോധിച്ചത്? അൻ യുജസ്സൽ ഖബറു, ഖബർ കുമ്മായടിക്കരുത്. സെലഫികൾ എന്താ കുമ്മായടിക്കാത്തത്? ഈ പ്രോഗ്രാം ഇപ്പൊ ഈ റെക്കോർഡിങ്, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ വേണല്ലോ, ഇതിനൊരു വാടക കൊടുക്കണ്ടേ? അവിടെയൊക്കെ ലൈറ്റ് വെച്ചില്ലേ? ഇത്തരൊന്നും ചെലവില്ല ഒരു ജാറുണ്ടാക്കാൻ കേട്ടോ. 10-15 വെട്ടല്, 2 ചാക്ക് സിമന്റ്, ഒരു കുടിസ് മണല്, ജാറായി. നിങ്ങൾ ചിന്തിക്കാനാ ഞാൻ പറയണത്, ആലോചിക്കാനാ പറയണത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടുത്തൊരു ജാറുണ്ടാക്കാനുള്ള പൈസ ഇല്ലാത്തോണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടങ്ങാത്ത ഇഷ്ടം അവിടുന്ന് പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട് ഖബർ കുമ്മായം അടിക്കരുത്. ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട് അൻ യുഖഅദ അലൈഹി, അതിന്റെ മേലെ കയറിയിരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട് അൻ യുബിന അലൈഹി, അതിന്റെ മേലെ എടുപ്പുണ്ടാക്കരുത്. ഹദീസിലില്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിച്ചോളി, എത്ര വലിയ പണ്ഡിതന്മാരോട്
വളരെ നിഷ്പക്ഷമതികളായിട്ട് ചോദിക്കുക. ഞങ്ങൾ ഷിയാബടക്കരാന്നുള്ള സംസാരം കേട്ടു. അയാൾ പറയാണ് ഹദീസിലുണ്ട് ഖബർ കുമ്മായം അടിക്കരുത്, സിമന്റ് അടിക്കരുത്, ഖബർ കെട്ടിപ്പൊക്കരുത്, ഖബറിന്റെ മേലെ കയറി ഇരിക്കരുത് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹദീസ് ഓതി. ഇങ്ങനെ ഉണ്ടോ? അന്വേഷിച്ചോളി നിങ്ങള്. കൂട്ടരെ നമുക്കൊക്കെ ബുദ്ധിയില്ലേ? ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? അലി മരുമകനാണ്, ഫാത്തിമ റളിയല്ലാഹുവിന്റെ പിന്നെ ഭർത്താവാണ്, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്റെ കഷ്ടമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞറിയോ? അലി, ഞാനൊരു ഡ്യൂട്ടി എന്നെ ഏൽപ്പിക്കുകയാണ്, ഒരു ഡ്യൂട്ടി താങ്കൾ ഏൽപ്പിക്കുകയാണ്. എന്താ ഡ്യൂട്ടി എന്നറിയോ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറിനെ വിടരുത്. പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറിനെ വിടരുത്, തട്ടി നിരപ്പാക്കാതെ. സുബ്ഹാനല്ലാഹ്. പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറിനെയും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ആരാ പറഞ്ഞു കൊടുത്തത്? മുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മരിക്കുന്ന അന്ന് പറഞ്ഞ എന്താ അറിയോ? ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. അലൽ യഹൂദി വൻ നസാറ, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ സ്ഥലമാക്കി മാറ്റി. ആരെ ഖബറിനെ? ഉസ്താദ്മാരെന്താ പറഞ്ഞു കൊടുക്കുക അറിയോ? നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കാനാണ്. ഞാൻ ഒരു ഉസ്താദിന്റെ പേരും പരാമർശിക്കണില്ല. എന്താ പറഞ്ഞു കൊടുക്കുക? സാധാരണക്കാർക്ക് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നൊക്കെ ഹദീസിലുണ്ട്. പക്ഷെ അത് ആരെ പറ്റിയാ പറഞ്ഞു നിങ്ങൾക്ക് അറിയോ? അത് സാധാരണക്കാരുടെ ഖബറിനെ കുറിച്ചാണ്. എന്നാ റസൂലുള്ള പറഞ്ഞ എന്താ അറിയോ? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അല്ലാഹ് ശപിക്കാനുള്ള കാരണം അമ്പിയാക്കന്മാരുടെ ഖബറാണ് ഈ പണി ചെയ്തത്. അതിലും വലിയ നേതാക്കന്മാരാരാ? ഇനി പറഞ്ഞെന്താ അറിയോ? അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദ, എന്റെ ഖബറിനെ നീ ഉത്സവപ്പറമ്പാക്കി മാറ്റല്ല റബ്ബേ. എന്റെ ഖബറിനെ ഉത്സവപ്പറമ്പ്. സൗദി ഗവൺമെന്റിന് വരുമാനം കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒരു ജാറാക്കിയാൽ മതി. കോടികൾ കോടികൾ കോടികൾ. പച്ചപ്പതപ്പുകളുടെ കൂമ്പാരം, ചന്ദനത്തിരിയുടെ കൂമ്പാരം, നാണയത്തുട്ടുകളുടെ കൂമ്പാരം. ഹജ്ജിനും ഉംറക്കും പോകാൻ പൈസ ഇല്ലാത്തവർ പോകുന്ന ആളുകളുടെ കയ്യിൽ 100, 200, 1000, 10,000 കൊടുത്തയക്കുന്നതിന്റെ പ്രവാഹം ഉണ്ടാകുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ തിരുനാവ് കൊണ്ട് മരിക്കുന്ന അന്ന് പോലും പറഞ്ഞ എന്താറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ നീ ഉത്സവപ്പറമ്പാക്കി മാറ്റരുത് നാദാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന യുഅബദ്, നാദാ എന്റെ ഖബറിനെ നീ ഒരിക്കലും പടച്ചവനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് നാദാ. സുഹൃത്തുക്കളെ, അപ്പൊ ജാറത്ത് പോണ്ട, ഖബറിടം കാണാൻ പോയിക്കോ. ഖബർ സിയാറത്ത് ചെയ്തോ. അത് നിനക്ക് മരണബോധം ഉണ്ടാക്കാനാ, നിനക്ക് ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിക്കാനാണ്. പടച്ചോനെ മറക്കണ്ട. അല്ലാഹ് നിന്റെ കൂടെയുണ്ട്, ജീവനാഡിയേക്കാൾ അടുത്ത്. അല്ലേ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ എന്നെപ്പറ്റി ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ് റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് എന്റെ പ്രശ്നം അല്ലാഹ്ക്കറിയാം. ഞാൻ ആരാന്നറിയാം, ഞാൻ ആരുടെ മകനാന്നറിയാം, എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയാം, ഞാൻ എന്നാ മരിക്കാന്നറിയാം. പിന്നെ എന്നെ പറ്റി വേറൊരാൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നിർബന്ധാണോ? അല്ല. ആയിക്കോട്ടെ, നല്ലൊരു മനുഷ്യനാണ് ആ പള്ളിത്തെ ഉസ്താദ്, ഇവിടുത്തെ മൗലവി, ഇയാള്, ഈ മനുഷ്യന്, ഇയാള് നല്ല ആളാ എന്നാ പറയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എന്റെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, ഒരു പ്രശ്നമല്ല. പക്ഷെ മരിച്ചിട്ട് ഖബറിന്റെ അടുത്ത് പോയിട്ട് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, അതേപോലെ നിങ്ങൾ ഇപ്പോഴും പറയണമെന്ന് പറഞ്ഞാൽ കടുത്ത ശിർക്ക്. തെങ്ങുമ കയറാൻ വിളിക്കണ കൃഷ്ണനെ, രാമനെ, മുഹമ്മദിനെ, ജോസഫിനെ തെങ്ങുമ കയറാൻ വിളിച്ചു. വാ, ഈ തെങ്ങിലൊന്ന് കയറിയിട്ട് തേങ്ങ പറിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കയറി. അയാൾ മരിച്ചിട്ട് ഖബറിന്റെ അടുത്ത് പോയിട്ട് തേങ്ങ ഇടാൻ ആരും കിട്ടുന്നില്ല, ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞാലോ? മനസ്സിലാണ്ടോ? ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാലോ? വിഷയം മാറി. അതുകൊണ്ട് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. നമ്മൾ ഈ ഭൗതിക ലോകത്തുള്ള സഹായങ്ങൾ ചോദിക്കുന്ന പ്രശ്നം നമുക്ക് ചർച്ചയില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട, 10 രൂപ കൊണ്ട, വാഹനത്തിന് പൈസ ഇല്ല, എന്നാ ഒന്ന് സഹായിക്ക്, രോഗിന്റെ അവിടെ സഹായിക്ക്, ഡോക്ടറെ എന്റെ കുട്ടിയെ രക്ഷിക്ക്, ഇതൊന്നും ചർച്ചാ വിഷയമല്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പടപ്പുകളോട് ചോദിച്ചാൽ ആ റബ്ബിന് നിങ്ങളെ ഇഷ്ടമുണ്ടാവില്ല, എന്നെ ഇഷ്ടമുണ്ടാവില്ല, ആരും ഇഷ്ടമുണ്ടാവില്ല. ആ റബ്ബിന് ഏറ്റവും ഇഷ്ടം അവന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കി ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്നവരെയാണ്. അവർക്കാണ് സ്വർഗം, അവർക്കാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്. കുബ്റയായ ശഫാഅത്ത്
ഷിർക്ക് ചെയ്യാതെ ജീവിച്ചവർക്ക്. അതുകൊണ്ട് കൂട്ടരെ, എല്ലാ ബുദ്ധിമുട്ടും നീക്കിത്തരുന്ന അവനാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവൻ അവനാണ്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള വാക്കെന്താ അറിയോ? നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ മുസ്ലിങ്ങളും പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നാദാ, അല്ലാഹ് നീ തരുന്ന ഒന്നിനെ വാങ്ങാൻ തടയാൻ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ ആരുമില്ല റബ്ബേ. ഇവിടെ പടച്ചോനിക്ക് രോഗം തന്നാൽ തടുക്കാൻ ആരുമില്ല. എന്റെ ബാപ്പാനെന്ന് തിരിച്ചു വിളിച്ചാൽ തടുക്കാൻ ആരുമില്ല. എന്റെ ഉമ്മാനെ നാളെ തിരിച്ചു വിളിച്ചാൽ തടുക്കാൻ ആരുമില്ല. ഇപ്പൊ ഞാൻ സംസാരിച്ച നാവിനെ തളർത്തി തന്നാൽ തടുക്കാനും അത് ശരിയാക്കി തരാൻ ആരുമില്ല. ട്രീറ്റ്മെന്റ് നടത്താ റബ്ബ് വിചാരിക്കണം അത് ക്ലിയർ ആകാൻ, അല്ലേ? പടച്ചോനെ, നീ തന്ന ഒന്നിനെ തടയാൻ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ ആരുമില്ല റബ്ബേ എന്ന് ഓരോ മനുഷ്യനും പ്രത്യേകം പറയണം. അല്ലാഹു പുറമെ നിങ്ങൾ ആരാധ്യന്മാരായി കണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആരൊക്കെ ഉണ്ടോ, ആരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ കേട്ടോ, ആരെങ്ങൾ ആരാധിക്കുന്നവരൊക്കെ പടച്ചവൻ ചോദിക്കണേ, ഞാനൊരു ളുറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആരുണ്ട് ആ ളുറിനെ തടയാൻ? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം. അവരാദനി ബിറഹ്മ, ഒരു റഹ്മത്ത് അല്ലാഹ് കൊടുക്കാൻ വിചാരിച്ചാൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആരാണുള്ളത്? ഖുൽ, പറയൂ നബിയേ, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ റബ്ബ് മതി. തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇബ്രാഹിം തള്ളുകയാണ് ഈ തീക്കുണ്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഒരു വേദനയോടുകൂടി ഒരു പ്രാർത്ഥന, ഒരു വിളി പോവുകയാണ്, തവക്കുൽ പോവുകയാണ്. അല്ലാഹ് പ്രാർത്ഥിച്ചു അങ്ങോട്ട്. എന്നിട്ട് പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്ക് എന്റെ റബ്ബ് മതി. ഞാൻ നിങ്ങൾക്കൊരു ദുർറ് വിചാരിച്ചാൽ തടുക്കാൻ ആരുണ്ട് ഇവിടെ? തടുക്കുവരൊക്കെ തടുക്കൂ. പടച്ചോ നിങ്ങൾക്കൊരു റഹ്മത്ത് വിചാരിച്ചാൽ കൊടുക്കണ്ട എന്ന് പറയാൻ ആരുണ്ട് ഇവിടെ? അതുകൊണ്ട് പറയൂ മനുഷ്യ, ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി. അതാണ് നമ്മളെ ഹെഡിങ് കേട്ടോ. ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, വരമേൽപ്പിക്കുന്നവർക്ക് വരമേൽപ്പിക്കാൻ ആ റബ്ബ് മതി. കൂട്ടരെ, എനിക്കെന്റെ റബ്ബ് മതി. എന്നാൽ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ സ്ഥാനമുണ്ട്, ബഹുമാനുണ്ട്, ആദരവുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്, സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളതൊക്കെ ഉണ്ട്, ഇല്ലാത്തൊന്നും കൂട്ടണ്ട, ഇല്ലാത്തൊന്നും കൂട്ടണ്ട, ഉള്ളതൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി ഞാൻ എത്ര വട്ട സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ആരും ബോധ്യപ്പെടുത്താനല്ല, സ്വലാത്തിന്റെ വാർഷികം നടത്താനല്ല, അതിന്റെ യോഗം വിളിക്കാനല്ല, അതിനു വേണ്ടി ഒരു കലക്ഷൻ നടത്താനല്ല, പിന്നെ അതൊക്കെ ഉണ്ട്. എന്നാൽ പ്രാർത്ഥനകളുടെ എല്ലാ മുച്ചൂട് രംഗങ്ങളും ഇലല്ലാഹ്, റബ്ബിലേക്ക് മാത്രം. ഒരു ഭാഗം മാത്രമാണ് ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് സവിസ്തരം ഇതിന്റെ ബാക്കി എന്നോണം ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ നാഥൻ നമുക്കെല്ലാവർക്കും ഈ തന്ന ഹിദായത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാഥനായ അല്ലാഹു, ലോകത്തിന്റെ നാഥനായ റബ്ബ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള പ്രയാസങ്ങളെ നീക്കിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞ വാക്ക് നാളെ മാറ്റിപ്പറയേണ്ട, ആദർശത്തിനെതിരെ പറയേണ്ട, ഒരു വാക്കുച്ചരിക്കേണ്ട ദുർഗതിയിലേക്ക് റബ്ബേ എന്നെ നീ നടത്തിക്കല്ല നാഥ. നാഥ, മാറിക്കൊണ്ടിരിക്കുന്ന ഖൽബിനെ നീ ഉറപ്പ് നൽകി. സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേ നാഥ. പ്രയാസങ്ങൾ അകപ്പെട്ടു പോയ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, മുസ്ലിം സഹോദരന്മാർ, സഹോദരിമാർ, അവർക്ക് നീ പ്രയാസം നീക്കി കൊടുക്കണേ നാഥ. ഖബറടത്തിൽ നാഥാ ആറടി മണ്ണിൽ വിശ്രമിക്കുന്ന എന്നൊരു പദപ്രയോഗം ഞാൻ നടത്തിയാണ്. അതെ, അതൊരു പ്രത്യേക ജീവിത ലോകമാണല്ലോ. ആ ഖബറടങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ നാഥ. എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അട്ടഹസിക്കുന്ന ഒരു അവസ്ഥ ഖബറടത്തിൽ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരല്ല നാഥ. ചോദ്യങ്ങൾക്ക് ക്ലിയറായി ഉത്തരം പറയാൻ പറ്റിയ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.